നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് സന്നിധാനത്തുൾപ്പെടെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. ഭഗവാന്റെ സ്വത്ത് അന്യായമായി കൈകാര്യം ചെയ്ത പോറ്റിയെ പോലുള്ള ഇടനിലക്കാരിൽ മാത്രമല്ല, അതിന് കൃത്രിമ രേഖകളിലൂടെ ഭരണാനുമതി നൽകിയവരിലേക്ക് കൂടി അന്വേഷണം ചെന്നെത്തുമെന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. 2025 പാളികൾ വീണ്ടും സ്വർണം പൂശാൻ അനാവശ്യമായ തിടുക്കം കാട്ടിയെന്ന കോടതിയുടെ പരാമർശം നിലവിലെ ദേവസ്വം ബോർഡിനെ കൂടി സംശയനിഴലിൽ നിർത്തുന്നതാണ്. ഇപ്പോൾ അറസ്റ്റിൽ കഴിയുന്ന മുരാരി ബാബു, സുധീഷ് കുമാർ എന്നീ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പുറമെ എൻ വാസു, പത്മകുമാർ എന്നീ മുൻ പ്രസിഡന്റുമാർക്കാണ് ഇനി കുരുക്ക് മുറുകാൻ പോകുന്നത്. 2018 മുതൽ 25 വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നടപടികൾ കൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ നിർദ്ദേശിച്ചതോടെ ഇതുവരെ ഉണ്ടായത് കൊള്ളക്കാരുടെ ബോർഡാണെന്ന് വ്യക്തമാകുകയാണോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ഡോക്ടർ PK ഗോപൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് G രാമൻ നായർ, തട്ടാവിള കുടുംബാംഗം ശ്രീ മഹേഷ് പണിക്കർ, ഒപ്പം തന്നെ വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ PK ഗോപൻ, ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു, മുൻപേയുള്ള നിലപാടാണ്, 98 മുതൽ 2025 വരെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കട്ടെ, കോടതി അന്വേഷണവും നടപടികളുമായി മുന്നോട്ട് പോകട്ടെ, അതിലൊന്നും ഒരു എതിർപ്പുമില്ല, അതിനോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം പുറത്തു വരട്ടെ. ഇത് നേരത്തെയും താൻ പറഞ്ഞ നിലപാടാണെന്നാണ്. പക്ഷേ നമുക്ക് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മുൻപ് പറഞ്ഞത് അന്ന് നടന്ന കാര്യമാണ്, അന്നത്തെ ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ള അവരുടെ പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, ഞാൻ അതിനുശേഷം വന്നയാളാണ് എന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ തരത്തിലുള്ള പ്രതിരോധ വാദങ്ങൾ ഒന്നാകെ കോടതി ഇന്ന് തള്ളിക്കളയുകയാണ്. കാരണം 2018 മുതൽ 25 വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുഴുവൻ നടപടികളിലും, അതായത് ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിലും നടപടിക്രമങ്ങളിലും അതെല്ലാം സംശയാസ്പദമാണ് എന്നാണ് ഈ പുരോഗതി റിപ്പോർട്ട് നൽകിയ ശേഷമുള്ള കോടതിയുടെ നിരീക്ഷണം. ഇത് എങ്ങനെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിന് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി കഴിയുക? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരല്ല, അതിനു മുകളിൽ ഭരണാനുമതി നൽകിയവരിലേക്ക് കൂടി അന്വേഷണം പോകുമ്പോൾ ഇത് ദേവസ്വം ബോർഡിന് ഒന്നാകെ ഉലയ്ക്കുന്ന ഒരു സംഭവമല്ലേ? എന്തെങ്കിലും ന്യായം പറഞ്ഞു നിൽക്കാൻ ഇനി കഴിയുമോ? ശ്രീ ഗോപികൃഷ്ണൻ, ഇവിടെ ന്യായവും അന്യായത്തിൻ്റെയും പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഇത് ഈ ശബരിമല സ്വർണ്ണപ്പാളി വിഷയവും ശബരിമലയിലെ സ്വർണ്ണക്കടത്തും ഒക്കെ ചർച്ചയാവുന്ന സമയം മുതലേ കേരളത്തിലെ സർക്കാർ, ദേവസ്വം ബോർഡ് ഇവരെല്ലാവരും എടുക്കുന്നൊരു നിലപാടുണ്ട്. അതിൽ ദേവസ്വം ബോർഡിൻ്റെ നിലപാടും സർക്കാരിൻ്റെ നിലപാടും വൈരുദ്ധ്യമാർന്നതല്ല. അതിലൊക്കെ ഉപരിയായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിലപാട് നമ്മുടെ താല്പര്യത്തിന് വിരുദ്ധമല്ല. ആകെ വിരുദ്ധമായി വരുന്നത് സ്വർണ്ണക്കടത്ത് നടത്തി അതിൽ പങ്കാളികളായ ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്തൊരു അങ്കലാപ്പും നെഞ്ചിടിപ്പും ഉള്ളൂ. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുതാര്യമായി അന്വേഷണം നടന്നാൽ അതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുക എന്നുള്ളത് തുടക്കം മുതലെടുത്ത നിലപാടാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പറഞ്ഞ കാര്യം ഞങ്ങളെല്ലാം ചർച്ചകളിലും ഗവൺമെൻറ്റിൻ്റെ നിലപാടായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും പലതവണ പറഞ്ഞ കാര്യം, ഇത് ഏതാനും വർഷക്കാലത്തെ സംഭവമല്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് 1998 വിജയമല്യയുടെ സ്വർണം അവിടെ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാലയളവാണ്. ആ സ്വർണത്തിലാണ് യഥാർത്ഥത്തിൽ ചോർച്ച പിന്നീട് വന്നിട്ടുള്ളത്. അത് 2025 അല്ലെങ്കിൽ 2019 മുതലുള്ള പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചില സൗകര്യപ്പെടലിൻ്റെ ഭാഗമായി 2019 ഒരു പ്രത്യേക ഘട്ടമായിട്ട് കാണാൻ പലരും പരിശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ കൊണ്ട് ഈ പ്രശ്നം തീരത്തില്ല. ഇപ്പോൾ രണ്ടാം ഘട്ട നിലപാട് SIT കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കോടതിയുടെ നിരീക്ഷണം ഇവിടെ പല രൂപത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഇത് പിറകോട്ട് പോകാൻ പോവുകയാണ്. 1998 ശേഷം അവിടെ സംഭവിച്ച അന്ന് മുതലുള്ള മിനിറ്റ്സ് പരിശോധിക്കാൻ, അന്ന് മുതലുള്ള ഉത്തരവ് പരിശോധിക്കാൻ, താങ്കൾക്ക് ആ ഭാഗങ്ങളൊക്കെ വിശദീകരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം ഒന്നുകൂടി ക്ലാരിറ്റിയിൽ താങ്കളുടെ മുന്നിൽ അവതരിപ്പിക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 98 അതിന് മുൻപും അതിന് ശേഷവുമുള്ള
ഈ ശബരിമലയിലെ ഇപ്പോഴത്തെ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ തന്നെയാണ്. പക്ഷെ പ്രശ്നം 2025 ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തതയൊക്കെ വന്ന ശേഷവും വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് ചെമ്പാണെന്ന് പറഞ്ഞ് വീണ്ടും സ്വർണം പൂശാൻ അവസരം ഒരുക്കിയതിൻ്റെ ഉത്തരവാദിത്വം നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഉണ്ടോ അതോ ഇല്ലയോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊരു ചാനൽ ചർച്ചയുടെ ഭാഗമായി കൺക്ലൂഷൻ എത്തണ്ട. എന്താ കാര്യം എന്നറിയോ? വളരെ കൃത്യമല്ലേ ശ്രീ ഗോപികൃഷ്ണൻ? SIT അല്ലേ ഇതിൻ്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങൾക്ക് അവിടെ നിന്നുള്ള വിവരമല്ലേ ഉള്ളൂ, പൊതുസമൂഹത്തിന് അതിനു ശേഷമുള്ള വിവരമല്ലേ ഉള്ളൂ. അപ്പോൾ ആരാണ് ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾ? ഈ കേസ് തെളിയിക്കുന്നതിനുള്ള SIT ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. അവരെ നമ്മൾ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുകയാണ്. ഇവിടെ SITയെക്കുറിച്ച് സംശയം ഞങ്ങൾക്കാർക്കും ഇല്ല. കാരണം SIT ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ. ഒരിക്കൽ കൂടി ഡോക്ടർ PK ഗോപൻ, ഒരിക്കൽ കൂടി ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ ഈ കോടതിയിൽ നിന്ന് വന്ന ഉത്തരവിൻ്റെ ഒക്കെ ഭാഗങ്ങൾ വായിക്കുന്നത് ഈ കാര്യത്തിൽ നമുക്ക് അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായും ഈ മറുപക്ഷത്തു നിന്ന് ഉണ്ടാവുക നിങ്ങളുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നു, നിങ്ങൾ തോന്നിയതുപോലെ ചോദിക്കുന്നു എന്നതാണ്. കാലാകാലങ്ങളിലായി ഈ ചോദ്യങ്ങൾ വാർത്താ അവതാരകർ നേരിട്ടുകൊണ്ടേയിരിക്കുന്നതാണ്, താങ്കൾക്കും അറിയാമല്ലോ. ഇതിൽ പറയുന്നൊരു ഭാഗം ഞാൻ വായിക്കാം. തിരുവാഭരണം കമ്മീഷണർ 30/7/2025 observed that Smart Creations lacked the technical expertise to remove the existing gold cladding which could only be undertaken through traditional methods എന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പറയുന്നു. ആരാണ്? തിരുവാഭരണം കമ്മീഷണർ. Strikingly, in a complete reversal, the same commissioner by his subsequent report dated 8/8/2025 8/8/2025 ഇതേ തിരുവാഭരണം കമ്മീഷണർ മലക്കം പറഞ്ഞ അദ്ദേഹം പറയുന്നു, he recommended that the gold cladded components be transported to Smart Creations for electroplating and urged that an emergent meeting be convened to finalize the decision. പെട്ടെന്ന് തന്നെ അദ്ദേഹം നിലപാട് മാറ്റുന്നു, ഒരു മീറ്റിംഗ് വിളിക്കുന്നു. Acting upon that recommendation, the Tiruvidampur Devaswam Board by order dated 30/3/2025 resolved to send the gold cladded plates of the Dwarapalagas, താങ്ങുപീഠം and the associated items to Smart Creations. തീരുമാനമെടുക്കുന്നു. ഇനി അടുത്ത വരി താങ്കൾ ശ്രദ്ധിച്ചു കേൾക്കൂ. At no stage during this entire process was there any reference to the Devaswam subgroup manual or to the binding judicial orders, both of which the board and its officers were duty bound to observe and enforce. ബോർഡിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു ഈ കോടതി ഉത്തരവനുസരിച്ചും സബ് മാനുവൽ അനുസരിച്ചിട്ടും ഗ്രൂപ്പ് മാനുവൽ അനുസരിച്ചിട്ടും കാര്യങ്ങൾ തീരുമാനിക്കാൻ. അത് നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ബോർഡും അതിലെ ഉദ്യോഗസ്ഥരും ഇതിനെക്കുറിച്ച് ഗൗനിച്ചതേയില്ല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ആരുടേതാണ് എന്ന് വ്യക്തമല്ലേ ഡോക്ടർ PK ഗോപൻ? അല്ല, ഇതിൽ നമുക്ക് തർക്കമുള്ള വിഷയങ്ങളൊന്നുമല്ല ശ്രീ ഗോപികൃഷ്ണ ഇത്. അതായത് ദേവസ്വം ബോർഡിന് എന്താണ് ഇതിനകത്ത് ഉത്തരവാദിത്തം? ഇപ്പോൾ ഉദാഹരണത്തിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ SIT വിളിച്ച് ചോദ്യം ചെയ്തു. SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? SIT അതിനകത്ത് വെള്ളം ചേർത്തെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അത് വേണമെങ്കിൽ പൊളിറ്റിക്കലായിട്ട് വ്യാഖ്യാനിക്കാം. കോടതി അതിൽ ഗൗരവമായിട്ട് കണ്ടില്ലെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? എന്താ ഉണ്ടായത്? എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൽ വന്ന പരിമിതിയാണത്. അത് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാകാം, സംഭവം നടക്കാത്തത് കൊണ്ടാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന SIT അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ വിട്ടതിൻ്റെ കാരണം അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കണമെന്നുള്ളതാണ്. എന്നാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണത്തിൽ അന്നിവിടെ വായിച്ച കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ 2ാം ഘട്ട റിപ്പോർട്ടാണ് കൊടുത്തത്. പക്ഷേ ഇനിയും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിടാൻ പോവുകയാണത്. വളരെ സയൻറ്റിഫിക്കായിട്ട് ഇത് പരിശോധിക്കണം. ചെമ്പും സ്വർണവും തമ്മിലുള്ള ലിങ്കേജ്, അതിൻ്റെ നഷ്ടം, അതെല്ലാം സയൻറ്റിഫിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അത്തരം ഒരു പരിശോധന വരുന്നു. അതിൽ ഉത്തരവാദികളായിട്ട് ബോർഡിൽ ആരെങ്കിലും വരുന്നോ എന്ന് വരട്ടെ. ആരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്? ഞങ്ങൾ തുടക്കം മുതൽ എടുക്കുന്ന നിലപാടല്ലേ. ഓരോ ദിവസം റിപ്പോർട്ട് വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല പറയുന്നത്, മൊത്തത്തിലുള്ള നിലപാടാണ് പറയുന്നത്. ഒരു കാരണവശാലും ശബരിമലയിൽ ഈ സംഭവം നടന്നതിൻ്റെ ഉത്തരവാദികൾ രക്ഷപ്പെടാൻ പാടില്ല. അത് ബോർഡിലുള്ളവരായാലും ഉദ്യോഗസ്ഥരായാലും. പക്ഷേ ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ബോർഡിന് എന്താണ് പറയാനുള്ളത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ SIT ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അംഗങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ കോടതിയുടെ മുമ്പിൽ വന്നാൽ അവരുടെ നിലപാട് എന്താണ്? ഇതെല്ലാം വ്യക്തമായി വന്നോട്ടെ. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തതുപോലെ താങ്കൾ ഈ വാസുവിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഡോക്ടർ PK ഗോപൻ, ഈ വാസു അന്ന് അദ്ദേഹം ഈ കമ്മീഷണറായിരുന്ന സമയത്ത് സ്വർണം പൂശിയ ചെമ്പ് പാളികൾ എന്ന് എഴുതിയ രേഖ
കമ്മീഷണർ ഓഫീസിൽ നിന്ന് അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗത്തിലെത്തിയപ്പോൾ ചെമ്പുപാളികളായി മാറി. അതിനെക്കുറിച്ചാണ് അന്വേഷണം. 2019 മാർച്ച് 19 കമ്മീഷണറുടെ ശുപാർശ വെച്ചാണ് അന്ന് യോഗം തീരുമാനമെടുത്തതും പിന്നീട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള തീരുമാനമുണ്ടായതും. ഈ വാസുവിന്റെ കാര്യത്തിൽ അദ്ദേഹം 3ാം പ്രതിയായി ഉണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കസ്റ്റഡി അപേക്ഷയിൽ SIT അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച കാര്യങ്ങളിൽ സംശയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് മതിയായ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ അതോ ഈ അടുത്ത ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല ഈ നടപടിക്രമങ്ങളൊക്കെ. അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാറുമായിട്ടില്ല ഡോക്ടർ PK ഗോപൻ. അതെ ഗോപികൃഷ്ണ, അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. വേണ്ടത്ര എവിഡൻസ് ഇല്ലാതെ ഏത് കേസിൽ ആരെ പോലീസ് മാധ്യമങ്ങളുടെ മേലുള്ള അല്ലെങ്കിൽ മാധ്യമങ്ങൾ ചെലുത്തുന്ന സമ്മർദ്ദമോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സമ്മർദ്ദമോ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരു അന്വേഷണ ഏജൻസിക്ക് പെട്ടെന്നൊരാളുടെ പേരിൽ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ എന്തായിരിക്കും സംഭവിക്കുക? വേണ്ടത്ര തെളിവില്ലെങ്കിൽ അയാൾ ഊരിപ്പോവും. അതും നല്ല വക്കീലന്മാരെ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന സാധ്യതയാണ്. അപ്പോൾ എന്താ വേണ്ടുന്നത്? പോലീസിന് ഈ സമ്മർദ്ദത്തിന് വിധേയമാകാൻ പറ്റില്ല, SITക്ക് ഈ സമ്മർദ്ദത്തിന് വിധേയമാകാൻ പറ്റില്ല. അത് പുറത്തുള്ള കാര്യങ്ങളാണ്. പൊളിറ്റിക്സും മാധ്യമ ലോകമൊക്കെ പുറത്തുള്ള കാര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ സത്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സത്യം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിന് വ്യക്തമായ തെളിവ് കൊടുക്കാൻ കഴിയണം. ആ തെളിവില്ലെങ്കിൽ ഇവർ കോടതിയിൽ നിന്ന് സുഖമായിട്ട് ഊരിപ്പോകും. അപ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താവുന്ന മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ കോൺഫിഡൻസ്, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് അമിതമായ ആത്മവിശ്വാസമുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് മെമ്പർ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ വാശി പിടിച്ച് പറയില്ല ഇവിടെ ഒരു ചാനലിന് വേണ്ടി രാഷ്ട്രീയത്തെ സംരക്ഷിക്കാൻ. പക്ഷേ ഞാൻ പറയുന്ന കാര്യം അതല്ല. ഏതെങ്കിലും ഒരാൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും അയാളെ നിഷ്കരണം തള്ളിക്കളയാനും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ആ ഒരു ആത്മവിശ്വാസമുണ്ട്. അതോടൊപ്പം ഇടതുപക്ഷം ഏൽപ്പിക്കുന്ന ഒരാൾ, ഇവിടുത്തെ മന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്നവരായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരായാലും ദേവസ്വം ബോർഡിൽ പ്രവർത്തിക്കുന്നവരായാലും അവരെ പരിശീലിപ്പിച്ചിട്ടുള്ളത്, അവർ പരിശീലിക്കപ്പെട്ടിട്ടുള്ളത് 10 പൈസ അമിതമായിട്ടോ അനധികൃതമായിട്ടോ കണ്ടെത്തുന്ന ഒരു ശീലം അവർക്ക് കൊടുത്തിട്ടില്ല. ആ ആത്മവിശ്വാസം ഒരു ഇടതുപക്ഷ ശരി ഡോക്ടർ PK ഗോപൻ, ശരി, ഏതായാലും താങ്കളുടെ ആത്മവിശ്വാസം ആണല്ലോ താങ്കൾ ഇവിടെ പ്രകടിപ്പിച്ചത്. എനിക്ക് ബന്ധമില്ല. ശരി, ഞാൻ ശ്രീ സന്ദീപ് വാര്യറിലേക്ക് പോയിട്ട് വരാം. ശ്രീ സന്ദീപ് വാര്യർ, അതുകൊണ്ട് നല്ല വിശ്വാസം പറയാൻ പറ്റും. ഇന്നും ഇത്രയൊക്കെ സംഭവിക്കുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഈ 98 മുതൽ അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കട്ടെ, 2025 വരെ ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഇതേ നിലപാടാണ് മുൻപും പറഞ്ഞിട്ടുള്ളതെന്നാണ്. ആ വാദം വെച്ച് പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയുന്ന ഘട്ടമാണോ ഈ അന്വേഷണത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ CPMന്റെ ബഹുമാനായിട്ടുള്ള പ്രതിനിധി ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിൽ ഉറപ്പില്ല. അതായത് CPMകാരായിട്ടുള്ള ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇപ്പോൾ അദ്ദേഹത്തിന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഇതായിരുന്നില്ലല്ലോ അവർ ആത്മവിശ്വാസം. ദേശാഭിമാനിയും കൈരളിയും ഒക്കെ എന്താണ് വാർത്ത കൊടുത്തിരുന്നത്? ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടില്ല, സ്വർണം വർദ്ധിക്കുകയാണ് ചെയ്തതെന്നായിരുന്നു വാർത്ത, അല്ലെ? ഓർമ്മയില്ലേ? ഇവരൊക്കെ തന്നെ ചാനൽ ചർച്ചകൾ പറഞ്ഞിരുന്നത് സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് കള്ളപ്രചരണമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളത് പകൽ പോലെ വ്യക്തമായി. ആ നഷ്ടപ്പെട്ടതിന് പുറകിൽ CPM നേതാക്കന്മാർക്ക് പങ്കുണ്ട് എന്നുള്ള വസ്തുതകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദേവസ്വം ബോർഡിന് പങ്കാളിത്തമുണ്ട് എന്ന രീതിയിൽ, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ഇതെല്ലാം സംഭവിച്ചതിന് ശേഷവും ഇനി ആരെങ്കിലുമൊക്കെ പെട്ടാൽ ഞങ്ങളങ്ങ് തള്ളി പറഞ്ഞോളാം എന്ന ലൈനാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം എന്താണ്? CPMന്റെ പ്രതിനിധിക്ക് തന്നെ ഭയമുണ്ട്. CPM നേതാക്കന്മാർ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടും, അറസ്റ്റിലാകും, ജയിലിൽ പോകും. അതുകൊണ്ട് അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. അങ്ങനെ പെട്ടാൽ ഞങ്ങൾ തള്ളിപ്പറയാം എന്നാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ അങ്ങനെ കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് സംരക്ഷിക്കാൻ കഴിയുന്നത്? നിങ്ങൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരമാവധി പ്രവർത്തനവും പ്രയത്നവും ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. കാരണം അന്വേഷണ സംഘത്തെ ഡിക്റ്റേറ്റ് ചെയ്യാനും അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുക്കാനും അന്വേഷണ സംഘത്തെ പ്രതിരോധത്തിലാക്കാനും നിങ്ങൾ വലിയ തോതിൽ പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ പ്രശാന്തിന് എക്സ്റ്റൻഷൻ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷണ സംഘത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? പ്രശാന്ത് ഞങ്ങളുടെ കുട്ടിയാണ്, നിങ്ങൾ തുടരുത് എന്നുള്ളതല്ലേ? അപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരാണ്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണമെങ്കിൽ പോലും അവരുടെ മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഇപ്പോൾ ചാനൽ ചർച്ചകൾ വന്നിരുന്ന നല്ല കുട്ടി ചമയുന്ന ആളുകൾ, ഞങ്ങൾ നിഷ്കളങ്കരാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വൃഥാശ്രമിക്കുന്ന CPMന്റെ പ്രതിനിധി അടക്കമുള്ളവർ വാസ്തവത്തിൽ ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത്, ഇത് ചർച്ചയായി ഉയർന്നു വന്ന സമയത്ത് മുന്നോട്ട് വെച്ച നിലപാടുകൾ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതി. സ്വർണ്ണമേ നഷ്ടപ്പെട്ടിട്ടില്ല, ഇതെല്ലാം മാധ്യമങ്ങളുടെ കള്ളപ്രചരണമാണ്, കോൺഗ്രസിന്റെ കള്ളപ്രചരണമാണെന്നായിരുന്നല്ലോ.
എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഈ പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനെ പോലും BJP വെല്ലുന്ന രീതിയിൽ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ച് പത്തനംതിട്ടയിൽ സമ്മേളനം നടത്തിയവര്. ഞാനടക്കമുള്ളവർ ജയിലിൽ പോയ സംഭവത്തിൽ പത്തനംതിട്ടയിൽ ദേവസ്വം ബോർഡ് ആക്രമിച്ചതിന്റെ പുറകിൽ വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രചരണം നടത്തിയത്. എന്താ സംഭവം? യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ടായിപ്പോയി. അപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ക്രിസ്ത്യാനികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. ദേവസ്വം ബോർഡിന്റെ ഓഫീസ് എന്തോ ക്ഷേത്രത്തെ പോലെ പരിശുദ്ധമായ സ്ഥലമാണെന്നാണ് CPM പ്രസംഗിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ കള്ളന്മാർ മുഴുവൻ ഇരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല, പിന്നെ നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാ? ഈ കള്ളന്മാരിക്കുന്ന സ്ഥലം ക്ഷേത്രത്തെക്കാൾ പവിത്രമായിട്ടുള്ള സ്ഥലമാണോ? ഇതുപോലെയുള്ള കള്ളന്മാരെ ദേവസ്വം ബോർഡിന്റെ ഭരണമേൽപ്പിച്ചത് CPM ആണ്. CPM ഇതിന്റെ ഉത്തരവാദിത്തം കൈ കഴുകാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അറസ്റ്റിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ രണ്ടുപേരാണ്, ഒന്ന് മുരാരി ബാബുവും ഒന്ന് സുധീഷ് കുമാറും. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണം ചെന്ന് ഇതിനും മുകളിൽ ഉന്നതരായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു ഘട്ടം ഈ അന്വേഷണത്തിൽ എത്തിയിട്ടുണ്ടോ താങ്കളുടെ നോട്ടത്തിൽ? നിങ്ങളുടെ മാധ്യമങ്ങളാണല്ലോ ഇന്ന് വാസുവിലേക്ക് അറസ്റ്റ് നീളും അല്ലെങ്കിൽ വാസു പ്രതിയാകുന്നു എന്ന് പറഞ്ഞത്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളാണ് വാസു പ്രതിയേർക്കപ്പെടുന്നു എന്ന് റിപ്പോർട്ട് ചെയ്ത്. നിങ്ങളുടെ റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ വാസു പ്രതിയേർക്കപ്പെട്ടാൽ വാസു ആരാണ്? CPM ആളല്ലേ? എങ്ങനെയാണ് വാസു പ്രസിഡന്റ് ആയത് റിട്ടയർമെന്റിന് 8 മാസത്തിന് ശേഷം? അതിനുശേഷം നമ്മുടെ പത്മകുമാർ CPM മുൻ MLA അല്ലേ? പത്മകുമാറും വാസുവും അറിയാതെ അല്ലെങ്കിൽ CPM നേതാക്കന്മാരെ അറിയാതെ ശബരിമല സന്നിധാനത്ത് നിന്ന് ഈ സ്വർണമൊക്കെ മോഷണം പോയി എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്നവരല്ലേ, അന്നം കഴിക്കുന്നവരല്ലേ മലയാളികൾ? എങ്ങനെ വിശ്വസിക്കാനാണ്? ഈ 2025 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈകളിലേക്ക് ഈ സ്വർണം എടുത്തു കൊടുക്കാൻ വേണ്ടി ഗൂഢാലോചന നടന്നു എന്നുള്ളതിന് തെളിവുകളല്ലേ പുറത്തു വന്നത്? ഉന്നതമായ കേന്ദ്രങ്ങൾ ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഹൈക്കോടതി നിരീക്ഷണം കൂടുതൽ ഗൗരവതരമാണ്. അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര ബന്ധം ഇതിലുണ്ടെങ്കിൽ ഇതിന്റെ തലം മാറുകയാണ്. അപ്പോൾ CPM നേതൃത്വം അന്താരാഷ്ട്ര തലത്തിലുള്ള ഇത്തരത്തിലുള്ള വിഗ്രഹ മോഷ്ടാക്കളുമായി സ്വർണ്ണ മോഷ്ടാക്കളുമായി ബന്ധപ്പെട്ട് ശബരിമലയടക്കമുള്ള ക്ഷേത്രങ്ങളിലെ സ്വർണം മോഷ്ടിച്ച് കോടിക്കണക്കിന് ഉറുപ്പികയുടെ വിൽപ്പന നടത്തി, ബ്ലാക്ക് മാർക്കറ്റിൽ വിൽപ്പന നടത്തി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിലോട്ടാണ് അന്വേഷണം പോകേണ്ടത്. ആ അന്വേഷണം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം CPM നേതൃത്വം നടത്തുന്നു. ഇപ്പൊ ഇവിടെ ഇരുന്ന് നല്ല കുട്ടി കളിക്കാൻ, നല്ലവനായ ഉണ്ണി കളിക്കാൻ വേണ്ടി ഗോപനൊക്കെ വൃഥാ പരിശ്രമം നടത്തുകയാണ്. CPM ആണ് ഈ മോഷണത്തിന് പുറകിലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ തന്നെയാണ് ഈ മോഷണത്തിന് പുറകിൽ. കാരണം നിങ്ങളാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്, നിങ്ങളുടെ നേതാക്കന്മാരാണ് ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത്, നിങ്ങൾ നിശ്ചയിച്ച ആളുകളായിരിക്കുന്നത്. പിന്നെ നിങ്ങളൊക്കെ കൈ കഴുകിയാൽ തീരാവുന്ന പാപം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഏത് ഗംഗയിൽ പോയി കുളിച്ചാലും തീരാത്തത്ര പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കളങ്കിതരാണ്. നിങ്ങൾ ശബരിമലയിൽ മോഷണം നടത്തിയവരാണ്. നിങ്ങൾ ശബരിമലയിൽ ആചാരലംഘനം നടത്തിയവരാണ്. നിങ്ങൾ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ്. എല്ലാ കാലത്തും നിങ്ങൾക്ക് അയ്യപ്പനോട് ഒരു വിശ്വാസവും ഇല്ല. ഈ അവിശ്വാസികളായിട്ടുള്ള അയ്യപ്പനിൽ വിശ്വാസമില്ലാത്ത ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഈ ആളുകൾ ശബരിമലയെ തകർക്കാൻ വേണ്ടി ദീർഘകാലമായി നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യൂത്ത് കോൺഗ്രസിന്റെ സമരത്തെ പുലഭ്യം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ അമ്പലം വിഴുങ്ങികളായിട്ട് നിൽക്കുകയാണ്, ക്ഷേത്ര സ്വത്തുകൾ കൊള്ള ചെയ്തവരായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് നേരെ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേൽ സമ്മർദ്ദമുണ്ട് എന്ന് ഞങ്ങൾ ഭയക്കുന്നു. സ്വാഭാവികമായിട്ടും ഉയർന്ന തരത്തിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് കോടതി പ്രകടിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഗൂഢാലോചന ഉണ്ടെങ്കിൽ കേരള പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് അന്വേഷിക്കാൻ സാധിക്കില്ല. കേന്ദ്ര ഏജൻസികൾ തന്നെ സ്വാഭാവികമായിട്ടും ഈ കേസ് അന്വേഷിക്കേണ്ടി വരും. അതും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ശരി, രാഹുൽ ഈശ്വർ, അഴിമതി നിരോധന നിയമപ്രകാരം അതുകൂടി ഈ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ? അത് പരിശോധിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, പൂർണ്ണമായും ഈ സന്നിധാനത്ത് എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകളും നടത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരിക്കുകയാണ്. ഒറ്റ കണ്ടീഷനിൽ 15 നവംബർ ആവുമ്പോഴേക്കും ഈ പരിശോധനകൾ പൂർത്തിയാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ രാഹുൽ, ഇതിൽ നമ്മൾ ഇതുവരെ പരിശോധിച്ചത് 99 കേസാണെങ്കിൽ 2025 ദേവസ്വം ബോർഡിന്റെ വീഴ്ച കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണല്ലോ. എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുക ധാർമ്മികമായി? താങ്കൾക്ക് എന്താണ് അഭിപ്രായം? പെട്ടെന്ന് 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, ഗോപൻ ചോർച്ച എന്ന വാക്കൊക്കെ പറയുന്നത് കേട്ടു. ഞാനിപ്പോ ഫിൻലാൻഡ് എയർപോർട്ടിലാണ്, അതുകൊണ്ടാണ് ഇടയ്ക്ക് കട്ടായി പോയത്. ചോർച്ച അല്ല സാർ, ഹേസ്റ്റ് ആൻഡ് ഫ്ലണ്ടർ. ഇത് രാഹുൽ ഈശ്വർ പറയുന്ന വാക്കുകളല്ല, വിശ്വാസികൾ പറയുന്ന വാക്കുകളല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വളരെ കൃത്യമായി
ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ. അയ്യപ്പന്റെ സ്വർണം കൊള്ള ചെയ്തു, കട്ടെടുത്തു എന്ന് വ്യക്തമായി എഴുതിയിരിക്കുക. ഇത് ചോർച്ച എന്നൊക്കെ അങ്ങേ പോലെ ഒരു പണ്ഡിതനായ വ്യക്തി പറയുന്നത് വിഷമകരമാണ്. 2019 ജൂലൈ 19 ജൂലൈ 20 രാഹുൽ, സിഗ്നൽസ് പ്രോബ്ലം ഉണ്ടല്ലോ, കേൾക്കുന്നില്ല. രാഹുൽ നമ്മളോടൊപ്പം ചേർന്നത് ഫിൻലാൻഡ് എയർപോർട്ടിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു അതിൽ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. രാഹുൽ, എനിക്ക് തോന്നുന്നു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. രാഹുലിലേക്ക് നമുക്ക് തിരികെ വരാം അല്പസമയത്തിന്. രാഹുൽ റെഡിയാണോ? രാഹുൽ പറയൂ. ഒന്നുകൂടി നോക്കുന്നുണ്ട് രാഹുലിനെ. ശരി, അഡ്വക്കേറ്റ് ജി രാമൻ നായർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിച്ചവർ, ഉദ്യോഗസ്ഥർ മാത്രമല്ല അതിന് മുകളിലുള്ളവർ, അവരുടെ ഇതിനൊക്കെ ഭരണാനുമതി നൽകിയവർ, ഇതിലൊക്കെ കൃത്രിമം നടത്തിയവർ, അവരൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ 2025 ഇതേപോലത്തുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇതേ തട്ടിപ്പൊക്കെ നടത്തിയ ശേഷം വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകാൻ വേണ്ടിയുള്ള ഭരണാനുമതി നൽകിയതും തീരുമാനമെടുത്തതിലും ഒക്കെയുള്ള വീഴ്ചകൾ ഇപ്പോൾ ഈ കോടതിയുടെ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ പുറത്തു വരികയാണ്. ദേവസ്വം ബോർഡ് ഒന്നാകെ ഈ കാര്യത്തിൽ കളങ്കിതരായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ? അഡ്വക്കേറ്റ് ജി രാമൻ നായർ. ഗോപികൃഷ്ണൻ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടായിട്ട് 75 വർഷമാകുന്നു. ഈ കാലയളവിനുള്ളിൽ പല ഘട്ടങ്ങളിലും കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും, വ്യക്തികളും, പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും പലപ്പോഴും പല കാര്യങ്ങൾക്കായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ് ഉണ്ടായത്? ഇവിടെ ഇപ്രാവശ്യം കോടതി സ്വമോട്ടോ എടുത്ത കേസാണിത്. ആരും കോടതിയുടെ കോടതിയുടെ പരിഗണനയ്ക്കായി ഇത്തരമൊരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചു പോയിട്ടില്ല. ചില ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ ഇന്നലെയും ഇന്നുമായി കേട്ടു. ഞങ്ങൾ ഗവൺമെൻറ് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ പറഞ്ഞിട്ടാണ് നടന്നത് എന്ന്. ഒന്നുമല്ല. ഇതുണ്ടായത് കേരള ഹൈക്കോടതി വിജിലൻസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സ്വമോട്ടോ എടുത്ത കേസാണ്. 6 ആഴ്ചക്കാലത്തെ സമയമാണ് ഹൈക്കോടതി കൊടുത്തത്. ഇതിപ്പോൾ 4 ആഴ്ചയായിരിക്കുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ സിറ്റിംഗ് നടത്തുകയും വളരെ ഗൗരവകരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഹൈക്കോടതി ഇതിനെക്കുറിച്ചുള്ള നിഗമനവും നിരീക്ഷണവും. ലോകത്തെ ഏറ്റവും വലിയ കുപ്രസിദ്ധനായ ഒരു വിഗ്രഹ മോഷ്ടാവ്, അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആൻറ്റിക് സാധനങ്ങൾ കടത്തിയ ഒരു സുഭാഷ് കപൂറിൻ്റെ കഥ പോലും ഹൈക്കോടതി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഹൈക്കോടതി വളരെ വ്യക്തമായും ശക്തമായും ഇതിനെ നോക്കിക്കാണുകയും ഹൈക്കോടതിയുടേതായ നിഗമനങ്ങളിലെത്തുകയും നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ആർക്കും ആശങ്കയ്ക്ക് വകയില്ല. അല്ലല്ല, അഡ്വക്കേറ്റ് ജി രാമൻ നായർ, ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഉദ്യോഗസ്ഥർക്ക് അപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് ഇപ്പോൾ 2 തവണ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിലേക്ക്, ഇപ്പോൾ പത്മകുമാറിലേക്കും വാസുവിലേക്കും ഒക്കെ ഈ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ സംശയത്തിന്റെ മുനകൾ നീളുകയാണ്. അപ്പോൾ മുകളിലേക്ക് ഈ ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായിരുന്നു. ദേവസ്വം ബോർഡിലെ ഒരു വലിയ സംഘം ഇതിൽ ഒത്താശ ചെയ്തവരും ഗൂഢാലോചനക്കാരുമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് സംശയിക്കാൻ പാകത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നോ താങ്കളുടെ നിരീക്ഷണത്തിൽ? നിശ്ചയമായിട്ടും. കാരണം ഇത് ഒരു വ്യക്തി ഈ പറഞ്ഞ അറസ്റ്റിലായ 2 ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം പ്രവർത്തനം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ആ കഥാപാത്രത്തിന് ഇത്ര ദീർഘകാലം ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വിലസാനുള്ള അവസരം കൊടുത്തത് ഒരു ബോർഡല്ല, തുടർച്ചയായിട്ടുള്ള ബോർഡുകളാണ്. 2018 മുതൽ ഇങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം അവിടെ എല്ലാ കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി 40 കൊല്ലത്തെ വാറണ്ടിക്ക് കൊണ്ടുപോയി സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോയ ചെമ്പുവാളി എന്നത് അവർ പറയുന്ന ആ വസ്തു, അതിനുശേഷം വീണ്ടും അത് കേവലം 4-5 വർഷത്തിന് ശേഷം അതൊന്നും കൂടി സ്വർണം പൂശാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ് ചുമതലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു വലിയ മാഫിയ സംഘത്തിന് വേണ്ട രീതിയിൽ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമൊരുക്കി കൊടുത്തത് ഒരു ദേവസ്വം ബോർഡല്ല. 2018 മുതൽ ഇങ്ങോട്ട് വന്ന തുടർച്ചയായ ദേവസ്വം ബോർഡുകൾക്കെല്ലാം അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതൊരു കൂട്ടായ പ്രവർത്തനമാണ്. തുടർച്ചയായിട്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2 പ്രാവശ്യക്കാലം കമ്മീഷണറാവുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവുകയും ചെയ്ത വാസു, അദ്ദേഹത്തിന് അറിയാതെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. മാത്രമല്ല
ഈ അവരുടെ ഈ സംരക്ഷണത്തിനും ശ്രീകോവിലിന്റെ അവരുടെ വാതിലിന്റെ ഉത്തരവാദിത്തത്തിനും പകർപ്പ് അവരുടെ എടുത്ത് നിർദ്ദേശത്തിനുമാണ്. അതിൽ തട്ടിപ്പ് നടത്തി. അത് ശ്രീകോവിൽ നട തുറന്നിരിക്കുന്ന സമയത്ത് ആളെ വിട്ട് അതിന്റെ പകർപ്പെടുത്ത് അതിന് തട്ടിപ്പിന് കളമൊരുങ്ങി എന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പോറ്റിക്ക് ഇത്ര വലിയ സ്വാധീനവും സ്വാതന്ത്ര്യവും ആര് നൽകി? എങ്ങനെയാണ് ഇത്രയും ഭഗവാന്റെ അമൂല്യമായ വസ്തുക്കൾ പോറ്റിക്ക് യഥേഷ്ടം കൈമാറാൻ അവസരമൊരുക്കിയത് ആരാണ്? ഈ ചോദ്യങ്ങളൊക്കെയാണ് കോടതി ചോദിക്കുന്നത്. എനിക്ക് അത്ഭുതം തോന്നുന്നു. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ റിപ്ലിക്ക എടുത്തു എന്നുള്ള നിലയിലാണ് ഇന്ന് ഹൈക്കോടതി പരാമർശിച്ചിരിക്കുന്നത്. നമുക്കൊന്നും വിശ്വസിക്കാനോ ആലോചിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ ചിന്തിക്കാനോ കഴിയാത്ത അത്ര വലിയ സംഭവ പരമ്പരകളാണ് അവിടെ അരങ്ങേറുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാദ്യം തുടങ്ങിയത് എവിടെയാണ്? ഒരു ദ്വാരപാലക ശില്പത്തിൻ്റെ ഒരു കവർ ചെയ്ത ഒരു പാളിയെ തുടങ്ങിയിട്ട് ഇന്ന് ബാക്കി ഏതെല്ലാം ഘട്ടങ്ങളിലേക്ക് കടന്നുപോയി. കട്ടളയായി, കട്ടളപ്പാളിയായി, ഇപ്പം മേൽക്കൂരയായി. ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹത്തെ പോലും സംരക്ഷിക്കപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുപോയിരിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഈ നീചമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അത്ര ഗൂഢമായ രീതിയിൽ അത്ര പ്ലാൻഡായിട്ട് നടത്തിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ വസ്തുത വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാരും രക്ഷപ്പെട്ടു പോവില്ല. ഇവിടെ ആരോ സൂചിപ്പിക്കുന്നത് കേട്ടു, SIT അദ്ദേഹത്തെ വിളിച്ച് ചായയും കൊടുത്ത് പറഞ്ഞു വിട്ടില്ലേ, ഒന്നും ചെയ്തില്ലല്ലോ എന്ന്. വരാതിരിക്കില്ല. കാരണം കളിച്ചത് അയ്യപ്പനോടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ആരും ഇടപെടാതെ തന്നെ ഈ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും ഹൈക്കോടതി ഇത്ര കർശനമായും ശക്തമായും മുന്നോട്ട് പോവുകയും ചെയ്തത്. പക്ഷേ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു പരിമിതി ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പല അറസ്റ്റുകൾ നടക്കാതെ പോയത്. ഒരു മിനിറ്റ് അഡ്വക്കേറ്റ് ജി രാമൻ നായർ, ഡോക്ടർ PK ഗോപൻ എന്തോ ചോദിക്കുന്നു. എന്താണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവ് ഏതായിരുന്നു? ശ്രീ രാമൻ നായർ സാർ, അങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലയളവ് ഒന്ന് ചോദിച്ചത് ഞാൻ ഒരു കൺഫർമേഷന് വേണ്ടിയാണ്. എന്തോ? അതെ, 2004 മുതൽ 2007 വരെ അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിട്ടു. 2004-2007 അപ്പോൾ അത് അല്ല, അത് എനിക്ക് അതിനകത്ത് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ച ആ ഡേറ്റ് ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. 2007 തുടക്കം വരെ, 2007 അവസാനമില്ല. ക്ലിയർ, എനിക്ക് തീർന്നു. 2004 ഫെബ്രുവരി ഡിസംബർ മാസം 4-ാം തീയതി മുതൽ 2007 ഫെബ്രുവരി 3-ാം തീയതി വരെ. ഞാൻ പറഞ്ഞു വന്നത് മുന്നോട്ട് പോവില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. ആ നിലയിൽ വാസ്തവത്തിൽ വലിയൊരു വഞ്ചന ഈ വിശ്വാസ സമൂഹത്തോട് ഈ പറഞ്ഞ കാലയളവിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരും ബോർഡും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണത്തിനൊരു പരിധിയൊക്കെ ഉണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടലുകളും ശക്തമായ പിന്തുണയുമുണ്ട്. പക്ഷേ ഇത് ഒരു അന്താരാഷ്ട്ര തലത്തിലേക്കുള്ള ഗൂഢാലോചന ഇതിനകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വിപുലമായ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാകേണ്ടതായിട്ട് വരും. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ മഹേഷ് പണിക്കർ, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ ആരംഭിച്ച ആദ്യ ദിവസം മുതൽ താങ്കൾ പറയുന്നതാണ്, ഇത് ഏതെങ്കിലും 1-2 ആളുകളിലോ അവരുടെ താല്പര്യങ്ങളിലോ ഇടപെട്ട അവരുടെ ഇടപാടുകാരെന്ന നിലയിൽ അവരുടെ ഇടപെടലിലോ ഒതുങ്ങുന്നതല്ല. ഇതിന് വലിയ മാനങ്ങളുണ്ട്. ഇതിന് പിന്നിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര വലിയ മത്സ്യങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന്. അവരിലേക്കൊക്കെ ഈ അന്വേഷണം ചെന്നെത്തും എന്ന് ശ്രീ മഹേഷ് പണിക്കർ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ കോടതി ചോദിച്ചൊരു ചോദ്യം, ദേവന്റെ സ്വത്താണ്, അത് ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ അത് ഈ നിലയിൽ ഇത്ര വലിയ തട്ടിപ്പ് നടക്കില്ല. മാത്രമല്ല, എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ഒരു ഇടനിലക്കാരന്, ഒരു തട്ടിപ്പുകാരന് ദേവന്റെ ഈ അമൂല്യ വസ്തുക്കൾ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ ബോർഡ് കൈമാറിയത് എന്നൊരു ചോദ്യമുണ്ട്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപാളികൾ അത് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത തീരുമാനം ഈ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ആസൂത്രിതമായി ഇതിന് പിന്നിൽ ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണികളായി അവർ ഒത്തുചേർന്ന് നടത്തിയിട്ടുള്ള വലിയ തട്ടിപ്പാണ്. അന്താരാഷ്ട്ര മാനങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു. താങ്കൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരികയാണോ ശ്രീ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും അതിനകത്ത് 1-2 ഇപ്പോഴത്തെ ബോർഡിൻ്റെ തെറ്റില്ല എന്ന് പറയുന്ന അവരുടെ ഒരു വലിയൊരു പിഴവ് അവരിത് രണ്ടാമത് ഫിറ്റ് ചെയ്തതാണ്. ഇന്നത്തെ ഇതിനകത്ത്
ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇത് ശാസ്ത്രീയമായി പരിശോധിക്കണമെന്ന്. അതായത് ധാരവാരക പാളികൾ അവിടെ ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ശാസ്ത്രീയമായിട്ട് പരിശോധിക്കണം, ഇതെടുത്ത് ഇത് കട്ട് ചെയ്ത് ഇത് ഉരുക്കി ഇതിനകത്തെ സ്വർണ്ണം എങ്ങനെയുണ്ടെന്ന് ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അത് ഉരുക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഇത് മറ്റേ കട്ടളപ്പാളിയോ മറ്റു പോലെയല്ല, ഒരു വിഗ്രഹത്തിൽ വെച്ച സാധനം എടുക്കണേ, അതിന് ഇനിയും പൂജകളും അതിനെ എടുക്കുന്നതിന് ഒരു പ്രായച്ചിത്വവും അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. താന്ത്രികപരമായിട്ട് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ദൈവകോപം ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ ധാരപാല പാളികൾ തിരിച്ചെടുക്കുന്നത്. പരിശോധനയ്ക്കാണെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് പരിശോധന പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു അവർ എടുക്കപ്പെട്ട് തിരിച്ചു വെച്ചത് അതിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 3 തരം കോടതി പറഞ്ഞിരിക്കുന്നത് 10 ദിവസമേ ഉള്ളൂ. അതെ അപ്പം അതിനൊരു അനുജ്ഞയൊക്കെ വേണമെന്ന്. ഇത് ചുമ്മാ അങ്ങോട്ട് പോയി ഇവർക്ക് ഒരു പീസ് എടുത്ത് കട്ട് ചെയ്തിട്ട് പരിശോധിക്കാനൊന്നും പറ്റത്തില്ല. അതിനൊരു അനുജ്ഞ വേണം, അമ്പലം തുറന്നിരിക്കണം, അതിന് ദേവൻ്റെ ഹിതം നോക്കണം, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ടെന്ന്. ഇതിനകത്തൊരു താന്ത്രികപരമായിട്ടും ആചാരപരമായിട്ടും അതുകൊണ്ട് അത് വെക്കരുത് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഒരു തൊണ്ടി മുതലല്ലേ, അത് ടെസ്റ്റ് ചെയ്യണ്ടേ? ടെസ്റ്റ് ചെയ്യാതെ അത് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ, അത് ഗുരുതരമായ സംഭവമല്ലേ. കാര്യം ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ചുമ്മാ ഇവർക്ക് ഇഷ്ടത്തിനും ഇളക്കിയെടുക്കാൻ പറ്റുമോ? കാര്യം അത് വെളിയിലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ടെസ്റ്റ് ചെയ്തു, അതിൻ്റെ സംഭവം കണ്ടു, അടുത്ത ആഴ്ച നമ്മുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തിരിച്ചു വെച്ചു, സംഭവം തീർന്നാനേ. അത് ഇപ്പം അവർ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുവാണ്. ഈ പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആക്കാനുള്ള നമ്പർ 1 കാര്യമാണ് ഇവരിപ്പം പെട്ടെന്ന് രാഷ്ട്രപതി വരുന്നതിന് മുമ്പ് ഇത് തിരിച്ചു വെച്ചത്. കാര്യം ഇനിയിപ്പോൾ അത് ഇളക്കണമെങ്കിൽ എന്തുമാത്രം പ്രോസസ്സുണ്ട്. ഇനി 1-ാം തീയതി കഴിഞ്ഞാലേ അത് എടുക്കാൻ പറ്റൂ. ചുമ്മാ അമ്പലം അടച്ചിരിക്കുമ്പോൾ പോയി അതിനകത്ത് മുറിച്ചെടുക്കാൻ പറ്റൂ. കാര്യം ആ ഒരു സാധനം വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് 3 തലത്തിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത്. ഒന്ന് സ്വർണ്ണം മാത്രം 15 കിലോ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എത്ര സ്വർണ്ണത്തിൻ്റെ വില മാത്രം മൂല്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആൻറ്റിക് വാല്യൂ, ഈ ഹൈക്കോടതി എന്ന് പറഞ്ഞ വലിയ ആൻറ്റിക് മറ്റേ വിഗ്രഹക്കടത്തെന്നൊക്കെ പറഞ്ഞ്, വിഗ്രഹക്കടത്തിനകത്ത് യഥാർത്ഥത്തിൽ വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വാജിവാഹനം, എന്താ പറയുക, ആ യോഗദണ്ഡ്, അഷ്ടദിക്പാലകർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ ആൻറ്റിക് വാല്യൂ ഉള്ളത്. കാര്യം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അതിനകത്ത് അങ്ങനത്തെ ഒരു സമയത്തിൻ്റെ വാല്യൂ ഉണ്ട്. ഈ ധാരപാല പാളികൾക്ക് ഈ ആൻറ്റിക് വാല്യൂ ഇല്ല, അതിന് വിശ്വാസത്തിൻ്റെ വാല്യൂ ആണ്. ഈ വിശ്വാസത്തിൻ്റെ വാല്യൂ ഇതിനകത്ത് വേറൊരു വലിയൊരു കപടതയുണ്ട്. കാര്യം അതിനൊരു പൂജ ആവശ്യമാണ്. അതായത് അത് ചുമ്മാ കൊണ്ട് മറ്റേ ആൻറ്റിക്ക് എടുത്ത് നമ്മളൊരു ഡ്രോയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ലോക്കറിനകത്തോ ഒക്കെ കൊണ്ട് അവരെ പൂട്ടി വെക്കും. കാര്യം അതിൻ്റെ വിലയാണ്, അവരൊരു വലിയ ഹ്യൂജ് എമൗണ്ട് അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലെയാണ് അതിനെ കാണുന്നത്. അടുത്തൊരു വലിയ വില വരുമ്പോഴത്തേക്ക് വിൽക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ വാല്യൂ അങ്ങനെയല്ല, അതൊരു പൂജയുടെ സംഭവമാണ്. അതിനൊരു തന്ത്രിയൊക്കെ വേണം. കാര്യം അതൊരു പ്രതിഷ്ഠ നടത്തണം. ഇപ്പോൾ ഒരാളുടെ വീട്ടിലാണെങ്കിലും ഒരു കുടുംബക്ഷേത്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വേറൊരു ക്ഷേത്രത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു സാധനത്തിനൊരു പൂജ വേണം, അതിൻ്റെ പ്രതിഷ്ഠ. പിന്നെ അവരൊരു പടിത്തരം നിശ്ചയിക്കും. എല്ലാ മാസവും ഇത്ര ദിവസം ഞങ്ങളെ മെയിൻ ആൾക്കാർ വന്ന് പൂജ ചെയ്യും. വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ വാർഷിക പൂജയുണ്ട്. കാര്യം ഇതൊരു 1 ടൈം സംഭവമല്ല. ഇവർക്ക് നിരന്തരമായിട്ട് ഒരിടത്ത് ഇങ്ങനത്തെ ഒരു ആൻറ്റിക് വിശ്വാസത്തിൻ്റെ ബന്ധപ്പെട്ട ഒരു സാധനം ഒരു ക്ഷേത്രത്തിലോ ഒരാളുടെ വീട്ടിലോ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നിരന്തരമായിട്ട് ഇങ്ങനത്തെ പൂജകൾ കൂടെ പിന്നെ അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. ഇവർ പിന്നെ കാശായിട്ടല്ല മേടിക്കുന്നത്. മെയിനായിട്ട് ഇതിനകത്തൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഈ ഗോവർദ്ധൻ മേടിച്ചിരിക്കുന്ന തന്നിരിക്കുന്ന 15 ലക്ഷവും 70 ലക്ഷവും പറയുന്നു. ഇത് ആക്ച്വലി അയാൾ അക്കൗണ്ടിൽ കൊടുത്ത ഇത്രയും പൈസയേ ഉള്ളൂ. 85 ലക്ഷം രൂപ അയാൾ അക്കൗണ്ടിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അൺഅക്കൗണ്ടഡ് ആണ്. അത് ഗോൾഡായിട്ടോ അല്ലെങ്കിൽ അതാണ് അവർ സമ്മതിക്കുന്നത്. 85 ലക്ഷം 15ഉം 70ഉം പറയുന്നത്. കാര്യം ഇതൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ കള്ളത്തരമാണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യം തന്ത്രിയുടെയൊക്കെ മറയില്ലാതെ ചെയ്യാൻ പറ്റില്ല. കാര്യം വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ശബരിമലയിലേക്ക് മെയിൻ തന്ത്രികൾ വന്നാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിൻ്റെ പൂജകൾ കാലാകാലങ്ങളിൽ അവർ ചെയ്യുന്നുണ്ട്. മാസം അവരുടെ ആൾക്കാർ വന്ന് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഈ തട്ടിപ്പിന്റെ ശൃംഖലയിൽ ആരൊക്കെ കണ്ണികളായിട്ടുണ്ടാകും? അങ്ങനെ ഉറപ്പായിട്ടും പൂജാരി വർഗ്ഗങ്ങൾ മൊത്തം ഉണ്ട് അതിനകത്ത്. കാര്യം അവരുടെ ഇതില്ലാതെ വിശ്വാസ തട്ടിപ്പാണെങ്കിൽ ഈ സ്വർണ്ണത്തിൻ്റെ തട്ടിപ്പിന് സത്യം പറഞ്ഞാൽ പൂജാരിമാർ വേണമെന്നില്ല. കാര്യം ഇത് ഉരുക്കി അങ്ങോട്ട് സ്വർണ്ണം മാറ്റുവാണെങ്കിൽ അവരുടെ ആവശ്യമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ക്രിമിനൽ മൈൻഡുള്ള അവർ മാത്രമാകാം. പക്ഷേ വിശ്വാസപരമായിട്ട് ഇതിൻ്റെ കൊള്ള നടക്കണമെങ്കിൽ അതിനകത്ത് ആചാര്യവർഗ്ഗം വേണം. ആചാര്യവർഗ്ഗം ഇല്ലാതെ ഇതാരും കൊണ്ട് വീട്ടിൽ മനസ്സിലായില്ല. വിശ്വാസപരമായ കൊള്ള എന്ന് പറഞ്ഞതുകൊണ്ട് താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് തന്ത്രിമാരടക്കം സംശയനിഴലിലാണ് എന്ന് താങ്കൾ പറയുമ്പോൾ എന്തുകൊണ്ട് എന്ന് താങ്കൾ പറയണം. അതാണ് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബഹുമാനപ്പെട്ട തന്ത്രി കുടുംബങ്ങളൊക്കെ ഈ പലയിടത്തും പൂജ നടത്തുന്നുണ്ട്. ആ പൂജ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത്തരം പീസുകളുണ്ട്. ഇത്തരം പീസുകൾ വെച്ചിട്ടാണ് അവരതിനെ പൂജ എടുക്കുന്നത്. കാര്യം ഇത്തരം സംഭവത്തിനാണ് അവർ പൂജ. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും, അല്ല അവർ മേടിച്ചൊരു വിഗ്രഹമായിരിക്കാം. അവരെപ്പോഴും ഒരു രൂപത്തെ അവിടെ ഒരു പ്രതീകമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തെ വെച്ചിട്ടാണ്. ഇപ്പോൾ ബുദ്ധൻ്റെ പല്ല് അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ തിരികേശം എന്നൊക്കെ പറയുന്ന പോലെ ആ വിശ്വാസത്തിന് ശബരിമലയുടെ ഒരു ഭാഗം ഞാൻ ചോദിക്കുന്നത്, തന്ത്രിമാർ വിവിധയിടങ്ങളിൽ പൂജകൾ നടത്തുമ്പോൾ സ്വർണ്ണപ്പാളിയിലെ ഒരു ഭാഗമോ ശബരിമലയിലെ ദേവന്റെ സ്വത്തുക്കളുടെ ഏതെങ്കിലും ഒരു ഭാഗമോ അവിടെ വെച്ചിട്ടാണ് പൂജ നടത്തുന്നത്. അങ്ങനെ അവർ കൊണ്ടുപോകുന്നതും ഇതേപോലെയുള്ള സമാനമായ തട്ടിപ്പിന്റെ ഭാഗമാണ് എന്നാണോ ശ്രീ മഹേഷ് പണിക്കർ താങ്കൾ പറയുന്നത്? അത് കാലാകാലങ്ങളായി നടക്കുന്നുണ്ടെന്നാണോ പറയുന്നത്? ആയിരിക്കാം അതിനുള്ള സാധ്യത ഈ ഗോവർദ്ധന്റെ അതായിരിക്കാം എന്നാണ് ഞാൻ സംശയിക്കുന്നത്. കാര്യം ഇപ്പൊ ഗോവർദ്ധന്റെ വീടുകളിൽ ഉൾപ്പെടെയുള്ള പൂജയുണ്ട്.
കാര്യം അതിനു മുമ്പ് ബാംഗ്ലൂരിൽ കുറേ നാളത്തെ പൂജയുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഒരു കാലത്ത് ഇത് പിടിക്കപ്പെടുകയാണെങ്കിൽ ആ സ്ഥലങ്ങളിലൊക്കെ ഈ വിശ്വാസപരമായിട്ടുള്ള കൊള്ളയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ ആചാരപരമായ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ആചാരപരമായ സാന്നിധ്യം ഇല്ലാതെ വിശ്വാസപരമായ കൊള്ള നടക്കില്ല. ആൻറ്റിക്ക് നടക്കും, സ്വർണവും നടക്കും. അതിന് ഈ പറഞ്ഞ ആചാര്യന്മാരുടെ ആവശ്യമില്ല. കാര്യം ആൻറ്റിക്കിൻ്റെ വാല്യൂവിൽ ഇപ്പം വാജിവാഹനം എടുത്തു, അതുകൊണ്ട് ആർക്കെങ്കിലും വിറ്റു. അതിപ്പം ഏത് ജാതിക്കോ ഏത് മതത്തിനോ അവർക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ആൻറ്റിക് വാല്യൂ മാത്രമാണ്, പണം മാത്രമാണ്. അല്ല, ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിലും മഹേഷ് പണിക്കർ ഈ തന്ത്രി പറയുന്നു അതിന് ശോഭ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നേരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അത് മുകളിലേക്ക് പോകുന്നു, അങ്ങനെ വീണ്ടും സ്വർണം പൂശാൻ സമയമായി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ആ എല്ലാ ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിരിക്കുന്ന എല്ലാ ഡീലിലും അവരുടെ ഒരു മറയുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും പവർ നമ്മൾ ആലോചിക്കണം. ഏത് ബോർഡ് വന്നാലും ഏത് ഉദ്യോഗസ്ഥർ വന്നാലും അദ്ദേഹം വലിയ ഇതിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? തന്ത്രിയുടെ ഷേഡിലാണ് അദ്ദേഹം നിൽക്കുന്നത്. തന്ത്രി അദ്ദേഹത്തിൻ്റെ മെയിൻ ആൾക്കാരെന്നുള്ള രീതിയിലാണ് അവരവിടെ വർക്ക് ചെയ്തത്. അപ്പം അവരുടെ ഇതില്ലാണ്ട് ഇതൊരിക്കലും നടക്കില്ല. ഇത്രയും ഒരു ഈ വിശ്വാസപരമായ കൊള്ള. കാര്യം ഇതിപ്പോൾ നടന്നിരിക്കുന്ന മൊത്തം അങ്ങനെയാണ്. ഇപ്പോൾ ബെല്ലാരി ആണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും ഇവരും ചെന്നൈ ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന സ്മാർട്ട് ക്രിയേഷൻസ് പോലുള്ള സാധനങ്ങളെല്ലാം ആണെങ്കിലും ഇതിനകത്തൊരു വിശ്വാസപരമായ കൊള്ളയിലേക്കാണ് ഇത് പോകുന്നത്. അവരിപ്പോൾ സ്വർണ്ണത്തിലേക്ക് മാറ്റുന്നുണ്ട്, 1/2 കിലോ സ്വർണ്ണം പിടിച്ചെടുത്ത് അതിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതല്ല കാര്യം. അങ്ങനെ ഒരു സംഭവമായിട്ട് കാര്യം അവരങ്ങ് അഡ്മിറ്റ് ചെയ്യുകയാണ്. അവർ തന്നെ താഴത്തെ ലെവലിൽ അങ്ങ് അഡ്മിറ്റ് ചെയ്തിട്ട് 1/2 കിലോ സ്വർണ്ണമേ ഉള്ളൂ, ഈ സംഭവം ഇവിടെ വെച്ച് തീരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ വെച്ച് തീർന്നു. കാര്യം മേളിലോട്ട് കയറുന്നില്ല. അപ്പം പിന്നെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അത് കഴിഞ്ഞേ വരത്തുള്ളൂ. ഉറപ്പായിട്ടും ഇവരുടെ ലെയർ കഴിഞ്ഞിട്ടേ മറ്റൊരു വരത്തുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും അവർക്ക് ഇവരുടെ മേളിൽ സ്വാധീനമൊന്നുമില്ല. അത് ഉറപ്പായിട്ടും ഞാൻ പറയാം. കാര്യം ഈ പറഞ്ഞ ബോർഡ് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ താങ്കൾ ഇതിന്റെ വേറൊരു ഭാഗമാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അതായത് ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവസാന വാക്കായിട്ടുള്ള അതല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന തന്ത്രിമാരടങ്ങുന്ന അവരുടെ കൂടി അറിവോടുകൂടി അവരുടെ കൂടി താല്പര്യത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുകയുള്ളൂ. അല്ലാതെ അത് ഈ പരമായ കാര്യങ്ങളല്ല, അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും ശബരിമലയിൽ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. ആണോ? അതെ. റിപ്ലിക്ക ഇതിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിൻ്റെ ഒരു ട്രേസസ് ഇപ്പോൾ ഇന്നത്തെ ഇതിനകത്ത് പറയുന്നുണ്ട്. റിപ്ലിക്ക എന്ന് പറയുന്നുണ്ട്. കാര്യം ആദ്യത്തെ ഇത് ചെയ്ത് റിപ്ലിക്ക ചെയ്തു, രണ്ടാമത് റിപ്ലിക്ക ചെയ്തു. റിപ്ലിക്ക എന്തിനാ? റിപ്ലിക്ക എന്ന് വെച്ചാൽ ഈ സാധനം മാറ്റി വേറൊരാൾക്ക് ഒറിജിനൽ സാധനം കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ റിപ്ലിക്കയുടെ ആവശ്യമില്ല. ഇവർക്ക് സ്വർണം വേർതിരിക്കണേലോ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും രീതി ആൻറ്റിക്കായിട്ട് കച്ചവടം ചെയ്യണ ആ റിപ്ലിക്കയുടെ കേസ് അവിടെ വരുന്നില്ല. ആ റിപ്ലിക്കയുടെ കേസ് വന്നത് കൊണ്ട് തന്നെ ഇതൊരു വിശ്വാസപരമായ ഈ ഒരു സംഭവത്തിന് അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകാം, ഒരു ക്ഷേത്രത്തിലേക്കാകാൻ കൊടുത്തത്, അല്ലെങ്കിൽ ഒരാളുടെ പൂജാമുറിയിലേക്കാകാൻ കൊടുത്തത്. കാര്യം അവിടെയൊക്കെ ഇവർ കണ്ടിന്യൂസ് ഒരു ദിവസം കൊണ്ട് തീരുവയല്ല. ഇവർക്ക് അങ്ങനെ ഒരു സാധനം ഒരിടത്തൊരു പ്രതിഷ്ഠ നടത്തിയാൽ, ഇപ്പോൾ ഒരാളുടെ വലിയൊരു കോടീശ്വരൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പീസ് വെച്ചിട്ട് ഒരു പ്രതിഷ്ഠ നടത്തിയാൽ സ്വർണ്ണക്കുള്ള എന്നാണ് താങ്കൾ പറഞ്ഞതുപോലെ. അതെ. ആ വേർഡ് ഈ ഒരു സൂചനയിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. കാര്യം അതൊരിക്കലും സ്വർണം തട്ടിക്കാനാണ് ഇവർക്ക് ഈ പകർപ്പിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അവർക്ക് എങ്ങനെയും അതിൽ നിന്ന് സ്വർണ്ണം ഇളക്കിയെടുക്കുക, മാക്സിമം ഇളക്കിയെടുക്കുക, തിരിച്ചു വെക്കുക എന്നുള്ള സംഭവമേ വരത്തുള്ളൂ. നശിപ്പിക്കാതെ വേണമെങ്കിലും ചുരണ്ടിയൊക്കെ എടുക്കാം. പക്ഷെ അങ്ങനെയല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും സമയം ഇപ്രാവശ്യം കൊണ്ടുപോയിട്ട് അത് ഉരുകി കിടക്കുകയാണ്, അത് കുറേ സമയം എടുക്കും വരാൻ എന്നൊക്കെ പറയുന്നതിനകത്ത് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ എന്നാലും അതിനകത്തൊക്കെ സംശയങ്ങളുണ്ടെന്ന്. കാര്യം ഇങ്ങനെയല്ല ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്തൊക്കെ ഒരു എന്താ പറയുക, ഈ ഒരു സാധനം ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് വേറൊരു റിപ്ലിക്ക ഉണ്ടാക്കുന്നു. ആ റിപ്ലിക്ക ഉണ്ടാക്കുന്ന എക്സ്പേർട്സിനെ ഇവർക്ക് ആദ്യം മുതലേ കട്ടള ഉണ്ടാക്കുന്ന കാലം മുതലേ അല്ലെങ്കിൽ അങ്ങനത്തെ ആദ്യകാലം മുതലേ അവർക്ക് പരിചയമുണ്ട്. അവരുടെ അടുത്ത് ചെല്ലും നരേഷ് എന്നൊക്കെ പറയുന്ന ആൾ. അപ്പോൾ അയാളടുത്തൊക്കെ ചെല്ലുന്നു, റിപ്ലിക്ക ഉണ്ടാക്കുന്നു, അടുത്ത സാധനം കൊണ്ടുവെക്കുന്നു. അപ്പം അതിൻ്റെ ഒരു ടൈം ലിമിറ്റ്. കാര്യം ഈ സാധനം എന്നിട്ട് ഏതെങ്കിലും ഒരു വലിയൊരു കോടീശ്വരൻ കൊണ്ട് കൊടുക്കുന്നു, അവൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കുന്നു, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്നു മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം തന്നെ ആയിരിക്കും. അയ്യപ്പൻ്റെ മെയിൻ ആൾ തന്നെ അവിടെ നിന്ന് മെയിൻ ആൾക്കാർ വന്ന് നിങ്ങളുടെ വീട്ടിൽ പൂജ ചെയ്യും. മാസാമാസങ്ങളിൽ ഞങ്ങളുടെ ഒരു എന്താ പറഞ്ഞ് ഇതിൻ്റെ ഈ ആഡ് ചെയ്യുന്ന പൂജകൾ കാണും, അല്ലെങ്കിൽ ശനിയാഴ്ച തോറും കാണും, അല്ലെങ്കിൽ പൗർണമിക്കും അമാവാസിക്കും കാണും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മറയിലാണ് ഈ പറഞ്ഞ സാധനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ സംഭവം ശരിയാണ്. TV ഇത്ര കോടിക്കണക്കിന് ആൾക്കാർ പോകുന്ന, ശ്രീകോലിനകത്ത് കയറാൻ അധികാരമുള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ തന്നെയാണ് ഇത് വന്ന് അവരുടെ വീടുകളിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം ഭയങ്കരമായിട്ട് കൂടും. ഡോക്ടർ പി കെ ഗോപൻ, ഇപ്പോൾ ഈ യഥാർത്ഥ ഈ വാതിൽപ്പാളിയാണോ ഇപ്പോൾ സ്ട്രോങ് റൂമിലുള്ളത് എന്നതിൽ പോലും ഇപ്പോൾ സംശയമാണ്. അതായത് 99-ൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളി തന്നെയാണോ എന്ന കാര്യത്തിൽ വരെ ഇപ്പോൾ സംശയമുണ്ട്. അതിൽ സംശയം രേഖപ്പെടുത്തുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി അത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറിയിട്ടുള്ളത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഡോക്ടർ പി കെ ഗോപൻ, ഇത് ഒരു ഗൂഢാലോചനയല്ലേ എന്ന സംശയമാണ് ഇന്ന് കോടതിയിൽ ഉയർന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഇത് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുത്തെ ഒരു കാര്യക്കാരനായത്? ദേവസ്വം ബോർഡിൻ്റെ ഒത്താശയില്ലാതെ, അവരുടെ ഒരു പിന്തുണയില്ലാതെ ഇയാൾ അങ്ങനെ ആകുമോ? ഒരു പോറ്റി മാത്രം വിചാരിച്ചാൽ ഈ തട്ടിപ്പ് നടത്താൻ കഴിയുമോ? കോടതി ചോദിച്ചതാണ്.
അപ്പോൾ വിശ്വാസ്യതയില്ലാത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും വീണ്ടും സ്വർണം പൂശാൻ അയാളെ തന്നെ ഏൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ധൈര്യം ബോർഡിന് എങ്ങനെയുണ്ടായി ദേവന്റെ സ്വത്ത് അയാളെ ഏൽപ്പിക്കാൻ? ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോൾ താങ്കളോട് ചോദിച്ചത് ആവർത്തിക്കുകയാണ്. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇല്ലേ? എങ്ങനെയാണ് പ്രശാന്തിനെ വീണ്ടും ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുക? സന്ദീപ് വാര്യർ ചോദിച്ചത് അതാണ് ഇന്ന് ഈ ചർച്ചയിൽ. അല്ല, ഞാനതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാതെ പോകുന്നത് ഈ രംഗത്ത് വലിയ അനീതിയായിട്ട് മാറും. അത് നിങ്ങളുടെ മാധ്യമത്തെക്കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷം പുനർചിന്തനം നടത്തണം. നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിൽ ചർച്ചയിൽ പങ്കെടുക്കണോ വേണ്ട എന്നുള്ളത്. അത് ഒരു ചാനലിൻ്റെ മാത്രമല്ല, പല ചാനലുകളുടെയും ചർച്ച ബഹിഷ്കരിക്കേണ്ട സമയം കേരളത്തിലെ ഇടതുപക്ഷത്തിന് മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങളൊരു പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 5 വലതുപക്ഷവും ഒരു ഇടതുപക്ഷവും, ഒന്നുകിൽ 4-1 അല്ലെങ്കിൽ 5-1. ഇവിടെ ഇതിന് ഏറ്റവും പ്രധാനമായി മറുപടി പറയേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ടവർ ഒരാളും ബാക്കി നിങ്ങൾക്ക് താല്പര്യമുള്ള 4-5 പേരെ കൊണ്ടിരുത്തി സ്ഥിരമായി ചർച്ച നടത്തുക. നിങ്ങൾ മാധ്യമ ധാർമ്മികതയെക്കുറിച്ച് മാത്രം ഇത്തരം അവസരങ്ങളിൽ ചിന്തിക്കേണ്ട അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഇത് ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമാണ്. ഒരു ദിവസമല്ല, പല ദിവസമാണ്. ഒരു ചാനലല്ല, പല ചാനലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്തരം ഒരു ചർച്ച കൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ചർച്ച ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു ആ ചർച്ച പോയിരുന്നത്? ഇടതുപക്ഷത്തു നിന്നൊരാൾ, കോൺഗ്രസിൽ നിന്നൊരാൾ, ഒരു നിരീക്ഷകൻ, ഒരു രാഷ്ട്രീയ വിശകലനം നടത്താൻ ഒരാൾ, പിന്നെ അതിന് മറുപടി പറയാൻ ഒരു BJPയും. അന്നുണ്ടായില്ലല്ലോ ഈ ആശങ്കയും ആകുലതയൊന്നും. അന്നും ഉണ്ടായി. നിങ്ങൾ നിരീക്ഷകരെന്ന് പറയുന്നത് നിങ്ങളൊക്കെ ആരെയാണ് കിട്ടാറുള്ളത്? ഏത് ചർച്ചയിലും നിങ്ങളുടെ നിരീക്ഷകരാരാ? നിങ്ങൾ വലതുപക്ഷത്തിൻ്റെ ഒരാളാണ് നിരീക്ഷകർ. നിങ്ങൾ ഏത് ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകരെ കൊണ്ടിരുത്തുന്നു? അഥവാ ഇരുത്തിയ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി കാണില്ല. അതുകൊണ്ട് അത് പറയാതൊന്നും ചർച്ചയിൽ പങ്കെടുത്തിട്ട് കാര്യമില്ല. ഇനി ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ആ ഉത്തരവല്ലേ ഞാൻ ആദ്യം പോലെ പറയുന്നത്. എല്ലാവരുടെയും ധാരണ എവിടെ കൊണ്ട് കെട്ടണമെന്നാ. ഇപ്പം ശ്രീ രാമൻ നായർ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത്, എന്നിട്ട് അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയ ആളായ കാര്യം പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ചോദിച്ചത്. ശ്രീ രാമൻ നായർ അവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കിടന്ന് കളിക്കുക. എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കളിപ്പിച്ചെന്ന് അദ്ദേഹം പറഞ്ഞാട്ടെ. 2007 അദ്ദേഹം പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഉണ്ട്. 25 കൊല്ലം ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കീഴ്ശാന്തിക്കാരനായും മറ്റേ ശാന്തിക്കാരനായും കൊള്ളക്കാരനായിട്ടും തുടർച്ചക്കാരനായിട്ടും അയാൾ അവിടെ ഉണ്ട്. ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അയാൾ കൊള്ളക്കാരനാണെന്ന്. അത് ശ്രീ രാമൻ നായരും ഇപ്പോഴാണ് അറിയുന്നത്, മറ്റുള്ളവരും ഇപ്പോഴായിരിക്കും അറിയുന്നത്. അതല്ലാതെ നമ്മളെല്ലാം ചാരിത്ര പ്രസംഗം നടത്താൻ നിയുക്തരായ ആളുകൾ എന്ന രൂപത്തിൽ അതിനെ കാണരുത്. അടുത്തത് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. അതിലേക്ക് കടക്കാതിരിക്കാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞത് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് അവിടെ പോയപ്പോൾ വർഗീയമായിട്ട് ഇടതുപക്ഷം ചിത്രീകരിച്ചെന്ന്. ശബരിമലയിലെ സംഭവത്തെ വർഗീകരിച്ച 2 വിഭാഗമുണ്ട്. ഒന്ന്, അയ്യപ്പ സംഗമത്തിന് ബദലായിട്ട് അവിടെ സംഗമം സംഘടിപ്പിച്ച BJP. അവർ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചത് ചെങ്കോട്ട് പോണ സ്വാമിയെ. അദ്ദേഹം പ്രസംഗിച്ചത് വാവരിന് ശബരിമലയിൽ അധികാരമില്ല, കീഴ്വഴക്കം ലംഘിച്ചോ, ആചാരം ലംഘിച്ചോ. നിങ്ങൾ എത്ര ദിവസം ചർച്ച നടത്തിയ കാര്യത്തിൽ? രണ്ടാമത് അവർ പറഞ്ഞെന്താ? രണ്ടാമത് അവർ പറഞ്ഞത് ഹിന്ദു ദേവാലയമാണ്, ഇവിടെ മതേതരത്വത്തിന് കാര്യമില്ല. ഇതല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്? ഇതൊരു സംഭവം. രണ്ടാമത്തെ സംഭവം ആരാ? അതിനേക്കാൾ വലിയ വർഗീയത പറഞ്ഞത് ആരാ? അവിടെ 3 പേരുകൾ കൂട്ടിക്കെട്ടി. ബിന്ദു അമ്മിണി, രഹിന ഫാത്തിമ, 3 പേരുകൾ കൂട്ടിക്കെട്ടി. ഈ 3 പേരുകൾക്കകത്ത് കൂട്ടിക്കെട്ടിയിട്ട് ബീഫിനെ എടുത്തു വെച്ചു. രഹിന ഫാത്തിമയ്ക്ക് കോട്ടയത്ത് പാലായിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ബീഫ് കൊടുത്ത് അവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. പിറ്റേന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പാലാ മാറി കോട്ടയമായി. എത്ര കടുത്ത വർഗീയതയാ പ്രേമചന്ദ്രൻ ഈ പ്രശ്നത്തിൽ ഉന്നയിച്ചത്? അപ്പോൾ അത് UDFിൻ്റെ ഭാഗമായി, UDFിൻ്റെ ഒരു ഘടകകക്ഷിയുടെ നേതാവല്ലേ അദ്ദേഹം? അതിലുപരിയായിട്ട് UDFിലെ പ്രധാനപ്പെട്ട ആളല്ലേ? ഇതിനെ വർഗീയവൽക്കരിക്കാൻ പരിശ്രമിച്ചത് ഇടതുപക്ഷമാണോ UDF ആണോ? ഇത് നിങ്ങളല്ലേ സമാനം പറയേണ്ടത്. അതുപോലെ ഇവർ SITയുടെ അന്വേഷണം നല്ലതുപോലെ മുമ്പോട്ട് പോയാൽ അതിൽ ഗവൺമെൻറ്റിന് കാര്യമൊന്നുമില്ല, അത് കോടതി ഇടപെട്ടിരിക്കുന്നത്. ഇനി ഇവരുദ്ദേശിക്കുന്ന ആളിൽ SITയുടെ അന്വേഷണം ചെന്നില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് SIT. ഇതെന്തൊരു ഇരട്ടത്താപ്പ ശ്രീ ഗോപികൃഷ്ണ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? SITയുടെ അന്വേഷണം ശരിയായ നിലയിലാണെന്ന് പോകുന്നതെന്ന് ആരാ വിലയിരുത്തിയത്? ബഹുമാനപ്പെട്ട കോടതി. ആരാ SIT ചുമതലപ്പെടുത്തിയത്? ബഹുമാനപ്പെട്ട കോടതി. ആർക്കാ റിപ്പോർട്ട് കൊടുക്കുന്നത്? കോടതിക്ക്. ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇവർ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? SIT ആഭ്യന്തരമന്ത്രിയുടെ മുമ്പിൽ ഇവർ ചെല്ലുന്നുണ്ടോ? DGPയുടെ മുമ്പിൽ ചെല്ലുന്നുണ്ടോ? കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ വിളിക്കുന്നുണ്ടോ? ഇവർ സെപ്പറേറ്റ് ഏജൻസി അല്ലേ? ഇപ്പോഴും അവർക്ക് പഥ്യം CBI ആണ്. ആർക്ക്? ഈ കോൺഗ്രസിനും പഥ്യം CBI ആണ്. അമിത്ഷായുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന CBI, അമിത്ഷായുടെ താല്പര്യപ്രകാരം പ്രവർത്തിക്കുന്ന CBI. അമിത്ഷാ സംസ്ഥാനത്ത് ഗുജറാത്തിൽ ജയിലിൽ കിടന്ന ആളാണ്. അതിനുശേഷം അമിത്ഷാ ഈ ചുമതലയെടുത്തതിന് ശേഷം ആ ജഡ്ജിയുടെ അവസ്ഥ എന്തായിരുന്നു? അമിത്ഷായെ ശിക്ഷിച്ച ജഡ്ജിയുടെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ?
CBI അന്വേഷിച്ച ഏത് കേസാണ് തെളിയിക്കപ്പെട്ടത്? ഇവരുടെ ഈന്തപ്പഴം എന്തിയെ? സ്വർണ്ണക്കുരു എന്തിയെ? ഇവരുടെ എക്സാലോയിക്ക് എന്തിയെ? ഈ കമല ഇൻ്റർനാഷണൽ എന്തിയെ? ഇതെല്ലാം CBIക്ക് വിട്ടതല്ലേ ഇവർ? അപ്പോൾ CBIയുടെ കാര്യത്തിൽ ഇവർക്ക് എന്തിനാ ഇത്രയും വലിയ ആവേശം? CBI അന്വേഷണമെന്ന് പറഞ്ഞ യുക്തി എന്താ? ഇത് എവിടേക്കാണ് പോകാൻ പോകുന്നത്? നിങ്ങൾ അന്താരാഷ്ട്ര ബന്ധം അന്താരാഷ്ട്ര തലത്തിലേക്ക് പോട്ടെ, അതിനു മുമ്പ് കർണാടകത്തിലോട്ട് പോകും. കർണാടകത്തിൽ പോയാൽ കർണാടകത്തിൽ ഇതിൻ്റെയൊക്കെ ഏജൻസികൾ ആരാ? കർണാടകത്തിൽ ഇടതുപക്ഷത്തിനാണോ സ്വാധീനം? കർണാടകത്തിൽ ഇത് കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രി വരെ ചെന്നെത്താൻ പോവുക. ഇതിൻ്റെ കച്ചവടം നടന്നത് മറ്റ് രാജ്യങ്ങളിലും മറ്റ് സ്റ്റേറ്റുകളിലുമാണ്. അയ്യപ്പനെ വഞ്ചിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ മുമ്പിലേക്കാണ് പോകാൻ പോകുന്നത്. അതിനെന്തിനാണ് ഇവർ പേടിക്കുന്നത്? ഹൈദരാബാദിലും മൈസൂരിലും ചെന്നൈയിലും ഒക്കെ പോയല്ലോ, ഇവരെന്തിനാ പേടിക്കുന്ന ഇക്കാര്യത്തിൽ? അതുകൊണ്ട് അന്വേഷണം നടക്കണമെന്ന് തന്നെ ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ അന്വേഷണത്തിൽ ഇപ്പോൾ പറഞ്ഞെന്താ? അങ്ങ് തന്നെ ചോദിച്ച ചോദ്യം 2019 1998 പോകും. ഞാൻ ഈ ചർച്ചയിൽ എത്ര കാലമായിട്ട് പങ്കെടുക്കുന്നോ അന്ന് മുതൽ ഞാൻ ഉറച്ചു നിൽക്കുന്നൊരു കാര്യം, മല്യ കൊടുത്ത സ്വർണം അതെവിടെ പോയി? അത് 2019 മാത്രം തിരക്കിയിട്ട് കാര്യമില്ല. അത് 2019 മുമ്പ് തിരക്കിയേ മതിയാവൂ. അത് 98 മുതൽ തിരക്കിയേ മതിയാവൂ. ആ അന്വേഷണം കൂടി പൂർത്തിയാക്കണം. ഞങ്ങൾ അവരെ ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് ഞങ്ങൾ അന്വേഷണ ഏജൻസി ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്കൊരു റോളും ഇല്ലെന്നുള്ളത് കേരളത്തിലെല്ലാവർക്കും അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല. ഇനി മഹേഷ് പണിക്കർ വന്ന ഒരു കാര്യം നിങ്ങൾ ഗൗരവമായിട്ട് ചർച്ച ചെയ്തോ? വിശ്വാസത്തിൻ്റെ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെയാണ്? ഞാനൊരു ലളിതമായ ചോദ്യം ചോദിക്കട്ടെ, എല്ലാ തന്ത്രികമാരോടുമുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ. അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് തുല്യമായ എന്തെങ്കിലും വസ്തു ഏതെന്ന് ഞാൻ പറയുന്നില്ല, അത് സ്വർണ്ണപ്പാളി ആയിക്കോട്ടെ, ദ്വാരപാലമായിക്കോട്ടെ, അഷ്ടദിക്പാലകന്മാരായിക്കോട്ടെ, പീഠമായിക്കോട്ടെ, യോഗദണ്ഡായിക്കൊള്ളട്ടെ, എന്തായിക്കൊള്ളട്ടെ, അത് പുറത്തൊരു സ്ഥലത്ത് വെച്ച് പൂജ നടത്താൻ വിളിച്ചാൽ ഇവരെന്തിനാ പോകുന്നത്? അപ്പോൾ ഇവർക്കറിയാൻ വയ്യ ഇത് അയ്യപ്പനെ മറ്റൊരു സൃഷ്ടി നടത്തി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് കോടാനുകോടി സമ്പന്നരുടെ മുമ്പിൽ കൊണ്ടുവച്ച് അവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യാൻ എന്തിനാണ് ആചാര്യസ്ഥാനത്തുള്ള നമ്മുടെ ഈ ആചാരങ്ങളുടെ എല്ലാ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ പോയത്? അവരിലേക്ക് അന്വേഷണം പോകണ്ടേ? ഇത് 2 ദേവസ്വം ബോർഡ് മെമ്പർമാരെ മാത്രം പിടിച്ച് നമുക്കിഷ്ടമുള്ള പൊളിറ്റിക്സ് കളിച്ച് ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ഇടതുപക്ഷം നോമിനേറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ ദേവസ്വം ബോർഡ് അംഗങ്ങൾ. അതുകൊണ്ട് അവരെ മാത്രം പിടിച്ച് ഇത് ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ടൊരു പ്രചരണമാക്കി കാട്ടുകൊള്ള, മറ്റേ കൊള്ള, മറിച്ചേ കൊള്ള, നിങ്ങൾ കൊള്ളയടിക്കുന്നു, നിങ്ങൾ ആചാരം ലംഘിക്കുന്നു. ആരാ ആചാരം ലംഘിച്ചേ? ഹൈക്കോടതി സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ ആരാ ഗോപികൃഷ്ണൻ ആദ്യം സ്വാഗതം ചെയ്തത്? പിണറായി വിജയനല്ല. ആദ്യം സ്വാഗതം ചെയ്തത് രാഹുൽ ഗാന്ധിയും ആദ്യം സ്വാഗതം ചെയ്തത് അഖിലേന്ത്യാ RSS നേതാക്കന്മാരും ആദ്യം അതിനെ അനുകൂലിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടത് ജന്മഭൂമി പത്രമാണ്. എന്നിട്ട് നിങ്ങൾ കാലുമാറി. പന്തളത്ത് നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ നിങ്ങൾ 2 പാർട്ടിക്കാരും കാലുമാറി. ഞങ്ങൾ കാലുമാറിയില്ല. ഞങ്ങൾ ആ നിലപാടിൽ നിന്നു. അതിനുശേഷം ഈ ബഹുജനങ്ങളുടെ ആകെ താല്പര്യം അതിനെതിരാന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അത് ഫോളോ ചെയ്തതേയില്ല. ഞങ്ങളല്ലേ അതിനകത്ത് ഉത്തരവാദിത്തമുള്ള നിലപാടെടുത്തത്? നിങ്ങളല്ലേ ആദ്യം തിരിച്ച് നിലപാടെടുത്തത്? എന്നിട്ട് ആരാ അവിടെ ആചാരം ലംഘിച്ചത്? ഇപ്പോൾ ആചാരം ലംഘിക്കാൻ അവിടെ പരിശ്രമം നടത്തുന്ന ആരാ? ചെങ്കോട്ടുകോണ സ്വാമിയുടെ പ്രസംഗം ആചാരലംഘനമല്ലേ? വാവൂർ സ്വാമിയെ തള്ളിക്കളയുന്ന ആചാരലംഘനമല്ലേ? മതേതരത്വം ഇടവല്ലെന്ന് പറയുന്ന ആചാരലംഘനമല്ലേ? ഇങ്ങനെ പല കാര്യങ്ങൾ നടന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാവരും വന്നിരുന്ന് ശുദ്ധിയുടെ പ്രസംഗമൊന്നും നടത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ അവിടെ അധികാരത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ ശബരിമലയുടെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി വലിയ സംഭാവന ചെയ്യുകയും ഇപ്പം നിങ്ങൾ നോക്ക് ഈ സംഭവം വരുന്നതിന് മുമ്പ് തന്നെ ശബരിമലയിലെ ഒരു വസ്തുവകകളും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ എന്തെല്ലാം ജാഗ്രത അവിടെ കാട്ടി നോക്ക്. ഇനി നോക്ക്, അവിടെ ഏത് വസ്തുക്കളും സർവൈലൻസിലാണ്, അവിടെ CCTVയിലാണ്, അവിടെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറാൻ പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടെ ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ രാമൻ നായർ സാർ, അങ്ങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടുത്തെ നിയമനം എങ്ങനെയായിരുന്നു സാർ? ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡായിരുന്നോ സാർ അങ്ങ് അവിടെ നിയമനം നടന്നത്? ശാന്തിക്കാരുടെ നറുക്കിടിയിൽ എങ്ങനെയായിരുന്നു സാർ? ഇതിലെല്ലാം നിന്ന് പരിപാടികൾ നടത്തിയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിരുന്നുകൊണ്ട് ശുദ്ധിപ്രസംഗം, ചാരിത്ര പ്രസംഗമൊക്കെ നടത്തിയാൽ കേരളത്തിലെ ജനങ്ങൾ പൊറുക്കില്ല. അതുകൊണ്ട് പഴയ പ്രസിഡന്റുമാരിലേക്ക് വരൂ. ഇത് വാസുവിൻ്റെ വീട്ടിൽ മാത്രമല്ല ഓടിയെത്താൻ പറ്റുന്ന വഴികളുള്ളത്, പോലീസ് വണ്ടി വരാൻ പറ്റിയ വീതിയുള്ള റോഡുള്ളത് ശ്രീ N വാസുവിൻ്റെ വീട്ടിൽ മാത്രമല്ല, പഴയ പ്രസിഡന്റുമാരുടെ വീട്ടിലും എത്താനുള്ള വീതിയുള്ള വഴികളൊക്കെ ഉണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്കൊക്കെ പറയാൻ പറ്റുക. നിങ്ങൾ തുറന്നു പറ. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന 3 വർഷമോ 4 വർഷമോ ഇരിക്കുന്ന ബോർഡിൻ്റെ പുറത്ത് കൊണ്ട് മാത്രം ഈ പ്രശ്നം വെച്ചിട്ട് ഈ പ്രശ്നത്തെ തീർക്കാൻ ശ്രമിക്കേണ്ട. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അറിയാം. ഞങ്ങൾ എന്തുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഒരു കാരണവശാലും ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് എന്തെങ്കിലും സംഭവിച്ചതായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ അങ്ങനെയും പറഞ്ഞൂടെ ഏതെങ്കിലും വിധത്തിൽ ഒരാൾക്ക് അബദ്ധമോ സുബദ്ധമോ പറ്റി അയാൾ ഈ അപകടത്തിൽപ്പെട്ടാൽ അയാളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമെന്നും അയാൾ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാകില്ലെന്നും ഞങ്ങൾ പറയുക. 2000 അവിടെ 1,87,00,000 രൂപയുടെ തിരിമറി നടത്തി അവിടുന്ന് പുറത്താക്കപ്പെട്ട ജയകുമാറിൻ്റെ സഹോദരൻ്റെ പേര് ശിവകുമാർ എന്നാ.
ആ ശിവകുമാർ ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവാ. ശരി, ആ ശരി. ഇനി ശിവകുമാർ സന്ദീപ് അന്ന് വാര്യർ ദേവസ്വം മറുപടി ബോർഡ് പറയും. മന്ത്രിയായിരുന്നു. ഡോക്ടർ പി. കെ. ഇപ്പൊ ഈ സംഭവത്തിൽപ്പെടുന്ന താങ്കൾ ഉന്നയിച്ച ഉദ്യോഗസ്ഥന്മാർ ഏത് ഈ പാർട്ടിക്കാരാ? ആരോപണങ്ങൾക്ക്. ഇപ്പൊ ഈ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഏത് പാർട്ടിക്കാരാ? ശരി, ശ്രീ സന്ദീപ് വാര്യർ, ചുരുങ്ങിയ സമയമേ ഉള്ളൂ, താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന CPM-ന്റെ പ്രതിനിധി വലിയ വിഷമത്തോടെ പറഞ്ഞത് ചർച്ചയിൽ പങ്കെടുക്കുന്ന ബാക്കി പാനലിസ്റ്റുകൾ മുഴുവൻ അദ്ദേഹത്തിനെതിരാണെന്ന്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടല്ല, ഈ അമ്പലക്കൊള്ള നടത്തിയിട്ടുള്ള അമ്പലം വിഴുങ്ങലായിട്ടുള്ള CPM-നെതിരാണ് കേരളത്തിലെ മുഴുവൻ പൊതുസമൂഹവും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അനുകൂലമായി സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. കാരണം നിങ്ങളതിൽ പ്രതിസ്ഥാനത്താണ്, നിങ്ങൾ ആരോപണ വിധേയരാണ്, നിങ്ങൾ അമ്പലം വിഴുങ്ങികളാണ്, നിങ്ങൾ അയ്യപ്പനെ മുതൽ കട്ടെടുത്തവരാണ്. സ്വാഭാവികം മാത്രമാണ് നിങ്ങൾക്കെതിരായിരിക്കും പൊതുസമൂഹത്തിൻ്റെ വികാരം എന്ന് പറയുന്നത്. ഒന്ന്. രണ്ട്, അദ്ദേഹം പറഞ്ഞത് ശബരിമലയിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ അയ്യപ്പ സംഗമത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, നിങ്ങളും BJP-യും വർഗീയത ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചവരാണ്, നിങ്ങൾ അതിൽ തുല്യത പാലിക്കാൻ ശ്രമിച്ചവരാണ്, നിങ്ങൾ അതിലൊരു ഡ്രോ എങ്കിലും പിടിക്കണം. അപ്പുറത്തെ ചെങ്കോട്ടുകോണ സ്വാമിയെ കൊണ്ടുവന്ന് അവർ വർഗീയ പ്രസംഗം നടത്തുമ്പോൾ ഇപ്പോഴത്തെ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വർഗീയ പ്രചാരകന്റെ കത്ത് വായിച്ച് മേനി നടിച്ചവരല്ലേ നിങ്ങൾ? അപ്പോൾ വർഗീയതയുടെ കാര്യത്തിൽ BJP-യുമായി സമാസമം നിൽക്കാനെങ്കിലും ഒരു ഡ്രോ പിടിക്കാനെങ്കിലും നിങ്ങൾ നടത്തിയ പരിശ്രമമാണ് നിങ്ങൾ രണ്ടുപേരും നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമങ്ങൾ കണ്ടത്. ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടതാണ്. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി സമരം ചെയ്ത് ജയിലിൽ പോയവരാണ്. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? CBIയുടെ കാര്യം പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, ഈ കേരള പോലീസിന്റെ പിണറായി വിജയന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പോലീസിന്റെ രാഷ്ട്രീയ സത്യസന്ധത എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ സാധിക്കുക? ഇവിടെ നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികളാണ്. ഇനി കേന്ദ്ര ഏജൻസികളെ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് 2021 സോളാർ കേസ് CBIക്ക് വിട്ടത്? 2021 ഈ പറയുന്ന ഒരു വിശ്വാസ്യതയില്ലാത്ത പരാതിക്കാരിയുടെ ഒരു പരാതി കാൽപ്പായ കടലാസിൽ കിട്ടിയപ്പോഴേക്ക് നിങ്ങൾ അത് CBIക്ക് വിട്ടത് ഓർമ്മയില്ലേ? ഇനി വേണ്ട, നിരവധി കേസുകൾ വന്നപ്പോൾ മമതാ ബാനർജി ബംഗാളിൽ ചിറ്റ് സ്കാം അടക്കമുള്ള നാരദ സ്കാം അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ബംഗാളിലെ CPM നേതൃത്വം എന്ത് അന്വേഷണമാണ് ആവശ്യപ്പെട്ടത്? CBI അന്വേഷണമല്ലേ ആവശ്യപ്പെട്ടത്? അപ്പോൾ നിങ്ങൾക്ക് CBIയിൽ വിശ്വാസം ഉണ്ടായോ? ശരിയാണ്, CBI കേന്ദ്ര ഏജൻസികളെ BJP രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അതിനെതിരായിട്ടുള്ള പോരാട്ടം നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിൽ ഏറ്റവും അധികം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഞങ്ങളെ ഏറ്റവും അധികം BJP ആക്രമിക്കുന്നതും കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ്. ഞങ്ങളത് സധൈര്യം നേരിടുന്നുണ്ട്. ഞങ്ങളാരും അമിത്ഷായുടെ കാലിന് ചുവട്ടിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുത്ത് സാഷ്ടാംഗം നമസ്കരിക്കുന്നില്ല. ഇവിടെ RSSനെതിരായിട്ട് BJPക്കെതിരായി നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾക്കെതിരായി പോരാട്ടം നയിക്കുന്ന നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. ഊരിപ്പിടിച്ച വാളുടെയും ഉയർത്തിപ്പിടിച്ച കത്തിയുടെയും നടുക്കൂടി നടന്നുപോയി എന്ന് പറയുന്ന പിണറായി വിജയൻ ഇപ്പോൾ അമിത്ഷായുടെ പാതാരവിന്ദങ്ങളിൽ പോയി സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. മകനെതിരെ വന്നിട്ടുള്ള ED നോട്ടീസ് അവൈഡ് ചെയ്യാൻ, മകൾക്കെതിരെ നടക്കുന്ന മാസപ്പടി കേസിന് രക്ഷ നേടാൻ, SNC ലാവലിംഗ് കേസ് അനന്തകാലം നീട്ടിവെക്കാൻ, അങ്ങനെ എത്രയോ കേസുകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി നിങ്ങളെ പ്രത്യയശാസ്ത്രം പോലും നിങ്ങളെ ചെങ്കൊടി നിങ്ങൾ ഈ BJPക്കാരുടെ കാലിന് ചോട്ടിൽ പോയി കൊണ്ട് വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ ഈ നാണം കെട്ട അവസ്ഥയായിട്ട് കോൺഗ്രസിനെ കുറ്റം പറയാൻ നിൽക്കേണ്ട. ഇനി പറഞ്ഞ കാര്യം എന്താ? രാഹുൽ ഗാന്ധി ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം കൃത്യമായി നിലപാടുണ്ട്. അത് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. ഒന്ന്. രണ്ട്, ശബരിമല യുവതി പ്രവേശനം അനുവദിക്കരുതെന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നായിരുന്നു. UDF സർക്കാർ കൊടുത്ത അഫിഡവിറ്റാണ് നിങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ മാറ്റി കൊടുത്തത്. യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചത്. ഞങ്ങൾ എന്നും വിശ്വാസികൾക്കൊപ്പായിരുന്നു. ഇനി നിങ്ങളുടെ നിലപാട് മാറിയിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ പറയാൻ തയ്യാറാണോ? നിങ്ങൾ ഇപ്പോഴും തരം കിട്ടിക്കഴിഞ്ഞാൽ ശബരിമലയിൽ ആചാരലംഘനം നടത്താൻ ശ്രമിക്കുന്നവരാണ്. ഓർമ്മയിലെ പിണറായി വിജയന്റെ പത്രസമ്മേളനം ആചാരലംഘനം നടന്നതിന് ശേഷം പിണറായി വിജയൻ രാമായണ സീരിയലിലെ രാക്ഷസന്മാരെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നല്ലോ, ആചാരലംഘനം നടന്നല്ലോ, ഇനിയും വേണോ എന്ന് ചോദിച്ചത് മറന്നുപോയോ? നിങ്ങളുടെ സ്വരാജ് നടത്തിയിട്ടുള്ള പരാമർശം നിങ്ങൾ മറന്നുപോയോ? പ്രളയകാലത്ത് പ്രളയജലം വന്ന് പമ്പാ നദി കരകവിഞ്ഞൊഴുകിയപ്പോൾ കന്യ അയ്യപ്പന്മാർ വരാത്തത് കൊണ്ട് ഈ മാളികപ്പുറത്തമ്മയുടെയും അയ്യപ്പന്റെയും വിവാഹം കഴിഞ്ഞെന്ന് ശബരിമലയിലെ വിശ്വാസങ്ങളെ അവഹേളിക്കും വിധം പ്രസംഗിച്ചതാരാ? സ്വരാജ് അല്ലേ? ഈ സ്വരാജ് ആരായിരുന്നു? അയ്യപ്പന്റെയും മാളികപ്പുറത്തമ്മയുടെയും കല്യാണം നടത്താനുള്ള മൂന്നാന്റെ പണിയാണോ, ബ്രോക്കറുടെ പണിയാണോ സ്വരാജിനുള്ളത്? അപ്പൊ വൃത്തികെട്ട രീതിയിൽ ശബരിമല ആചാരത്തെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്ത സ്വരാജിന്റെ പിണറായി വിജയന്റെ പാർട്ടികൾ, തന്ത്രി കുടുംബത്തെ അവഹേളിച്ച പിണറായി വിജയന്റെ പാർട്ടിക്കാർ അയ്യപ്പ വിശ്വാസികളുടെ വക്കാലത്തൊന്നും എടുക്കേണ്ട. നിങ്ങൾ ശബരിമല എല്ലാ കാലത്തും തർക്കാൻ ശ്രമിച്ചവരാണ്. അല്ലല്ല, എന്തെന്ന് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങൾ കണ്ടിട്ടുള്ള കാര്യമല്ലേ? വീഡിയോ അവൈലബിൾ അല്ലേ? സ്വരാജ് പറഞ്ഞതിന്റെ വീഡിയോ 24 ചാനൽ ഇരിക്കുന്നുണ്ടാവല്ലോ. പിണറായിയുടെ പ്രസംഗം ഓർമ്മയില്ലേ? 14 ജില്ലയിലും പോയി തന്ത്രി കുടുംബത്തെ പുലഭ്യം പറഞ്ഞവർക്ക് എന്നുമല്ല തന്ത്രിമാർ വലിയ ആളുകളായത്. നിങ്ങൾ മറന്നുപോയി, ഇതെല്ലാം മറന്നുപോയി. അല്ല, ഇത് യഥാർത്ഥത്തിൽ ഈ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടതോ വിശ്വാസ പ്രശ്നം എന്താ അന്നത്തെ വിശ്വാസ പ്രശ്നവുമായി ബന്ധപ്പെട്ടല്ല, ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് അന്വേഷണവും കോടതിയുടെ ഇടപെടലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അത് എത്രത്തോളം ഉന്നതരിലേക്ക് എത്തും എന്നത് ഇനി നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ
വെളിവാകേണ്ടതാണ്. ഏതായാലും അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലോ ഒന്നോ രണ്ടോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിലോ ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിനും അപ്പുറത്തേക്ക് നീണ്ടുകിടക്കുന്നതാണ് ഈ ഗൂഢാലോചനയും ഈ ആസൂത്രണവും. അതിലെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിലേക്ക് ഈ അന്വേഷണം ചെന്നെത്തുമ്പോഴാണ് ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പൊതുസമൂഹം അറിയാൻ പോകുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.